എന്താണ് ജീരിയാട്രിക് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? കമ്മിങ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിയാണ്. പ്രായമാവുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭയത്തോട് കൂടിയിട്ടാണ് കാണുന്നത്. ഞാൻ വാർദ്ധക്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, ആ ഒരു പേടി ഉള്ളിലുണ്ടാവും. ശരിക്കും അത് വളരെ അനാവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അവസാനിച്ചു എന്നുള്ള തരത്തിലാണ്. അവർ 80കളിൽ അവർ വളരെ സജീവമായിട്ട് എല്ലാം അവരുടെ A to Z കാര്യങ്ങൾ വളരെ സമൂഹത്തിനൊക്കെ മുൻപന്തിയിൽ നിന്ന് നയിക്കുന്ന ആളുകളുണ്ട്. ജീവിതത്തിലും റിട്ടയർമെന്റ് ആണോ, അങ്ങനത്തെ പല ആങ്സൈറ്റി, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഡിപ്രഷൻ, ടെൻഷൻ, ഇങ്ങനെ ഒരുപാട് അവസ്ഥകൾ വരാറുണ്ട്. വീട്ടിലൊതുങ്ങി പ്രായമായി അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അസുഖങ്ങളൊക്കെ ആയിട്ട് കൊണ്ട് നടക്കുന്നവർ നമ്മൾ കാണാറുണ്ട്. ജീരിയാട്രിക് പീരീഡിനെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? റിട്ടയർമെൻറ്റോട് കൂടി നമ്മളെ അസുഖങ്ങൾ തുടങ്ങുകയാണ്. നമ്മളെല്ലാം ഒഴിവാക്കി വീട്ടിലിരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീരിയാട്രിക് ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു വാർദ്ധക്യം തുടങ്ങിയെന്നാണ് വെക്കേണ്ടത്. ഇന്ന് ജീരിയാട്രിക് കെയറിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ നദീം റഹ്മാനാണ്. അദ്ദേഹം കോഴിക്കോട് ആസ്റ്റർ മിംസിൽ സീനിയർ കൺസൾട്ടൻ്റ് ആയിട്ട് ജീരിയാട്രിക് കെയറിൽ വർക്ക് ചെയ്യുന്നു. വെൽക്കം ടു ദ ഷോ ഡോക്ടർ. താങ്ക് യു. ഡോക്ടർ, എന്താണ് ജീരിയാട്രിക് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ജിറിയാട്രിക് മെഡിസിൻ എന്നത് ഒരു അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിയാണ്. ജിറിയാട്രിക് എന്നൊരു ഏജ് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു എബവ് 65 ഇയർ ഓഫ് ഏജ് ആണ്. ആ പ്രായത്തിന് മുകളിലുള്ള ആളുകളെ സൂചിപ്പിക്കുന്നതാണ് ജിറിയാട്രിക് എന്ന് വെച്ചാൽ. അത് ഇന്ത്യയിൽ സീനിയർ സിറ്റിസൺസ് ഒക്കെ കാറ്റഗറൈസ് ആയിട്ടുള്ള മോർ ദാൻ 60 ഏജിൽ വലിയ കാര്യമില്ല. പക്ഷേ ആ ഒരു സ്പെഷ്യാലിറ്റി, അതായത് ആ പ്രായത്തിന് മുകളിലുള്ള ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന, സമഗ്രമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് ജിറിയാട്രിക് മെഡിസിൻ. എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം, പീഡിയാട്രിക്സ്, കുട്ടികളിൽ അസുഖങ്ങൾ കൈകാര്യം ചെയ്യാൻ പീഡിയാട്രിക്സ് എന്നൊരു വിഭാഗമുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വിഭാഗം വന്നത്? സാധാരണ ഒരു ഡോക്ടർക്ക് തന്നെ കുട്ടികളുടെ കാര്യം നോക്കിയാൽ പോരെ എന്ന് ചോദിക്കാറുണ്ടല്ലോ. അത് അവരുടെ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. സാധാരണ മുതിർന്നവരിൽ കണ്ടുവരുന്ന രോഗമല്ല കുട്ടികൾക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് സാധാരണ അഡൽട്ടിൽ കാണുന്നതിൽ ഉപരി ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സാധാരണ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രായമാകുമ്പോൾ അതിൻ്റെ രൂപം ഭാവമൊക്കെ മാറി വരും. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ മാത്രമല്ല, അവർ ഡേ ടു ഡേ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സമഗ്രമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അവരുടെ നിത്യജീവിതത്തിലുള്ള ടോയ്ലറ്റിൽ പോകുന്ന പ്രശ്നങ്ങൾ, ഭക്ഷണം കഴിക്കേണ്ട പ്രശ്നം, വളരെ ചെറിയ നമുക്ക് വളരെ ചെറുതാന്ന് തോന്നുന്ന പ്രശ്നങ്ങൾ വരെ അഡ്രസ്സ് ചെയ്യുന്ന രൂപത്തിലുള്ളൊരു സ്പെഷ്യാലിറ്റിയാണ് ജെറിയാട്രിക് മെഡിസിൻ. ഓൾഡ് ഏജ് ഈസ് എ ന്യൂ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഡോക്ടർക്ക് ഈ ഒരു ജീരിയാട്രിക് ഏരിയയിലേക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ എന്തായിരുന്നു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നത്? നമ്മുടെ ഒരു MBBS കരിക്കുലത്തിനൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഈ ജിറിയാട്രിക് മെഡിസിന് തീരെ എക്സ്പോഷർ ഇല്ല. നമ്മൾ MBBS കഴിഞ്ഞപ്പോൾ പോലും നമുക്ക് ജിറിയാട്രിക്സിനെ പറ്റി ഒരു ധാരണയില്ല. ഇനിയിപ്പോൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ജിറിയാട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചാപ്റ്റർ ഉണ്ട്, ജിറിയാട്രിക് മെഡിസിൻ ഒരു ചാപ്റ്റർ ഉണ്ട് നമ്മുടെ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലൊക്കെ. പക്ഷേ അവരെന്താണ് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ രോഗികളെ കൈകാര്യം ചെയ്യുന്നതിനുള്ളൊരു ഐഡിയ നമുക്കൊരിക്കലും MBBS കാലഘട്ടത്തിൽ കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മുടെ ഒരു ഞാൻ MD ചെയ്യുന്ന കാലത്ത് എൻ്റെ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഉണ്ടായിരുന്നു. പുള്ളി ജിറിയാട്രിക് മെഡിസിൻ ഫെലോഷിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു അപ്രോച്ചിലാണ് പേഷ്യൻറ്റിനെ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിരുന്നു പുള്ളി. അവിടുന്നാണ് ആദ്യം ഇത് സംഭവം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കുറച്ച് അധികം ഉണ്ടെന്നുള്ളൊരു തോന്നൽ വന്നത്. പിന്നീട് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അധികം നമ്മുടെ പേഷ്യൻസും ഈ 65 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. മെജോറിറ്റി ഓഫ് ദ മേജർ ചങ്ക് വരുന്നത് ഇങ്ങനെ 60-65 എബോവ് പേഷ്യൻസാണ്. എല്ലാ അസുഖങ്ങളും ഈ പ്രായത്തിലാണ് കൂടി വരിക. അപ്പോൾ പക്ഷേ ഇവരെ അഡ്രസ്സ് ചെയ്യുമ്പോൾ പല ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാറില്ല. അവർക്ക് ഒരുപാട് കംപ്ലയിൻസ് പറയും. ഒ.പിയിലൊക്കെ വന്നിട്ട് ഒരു പ്രായമുള്ള ഒരു 70 വയസ്സുള്ളവർ വന്നു കഴിഞ്ഞാൽ ഒരു 30 വയസ്സുള്ള ആൾ വരുന്ന പോലെയല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. അവരുടെ കുറേ ഡേ ടു ഡേ പ്രശ്നങ്ങൾ കുറേ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാം പലപ്പോഴും പല ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ഇല്ല. പലപ്പോഴും നമ്മൾ പറയാം അത് പ്രായത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതൊന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല. അതിൽ നിന്നാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ ഞാൻ തുടങ്ങിയത്. പക്ഷേ അത് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതിൽ നമ്മൾ വിചാരിച്ച പോലെയല്ല, കുറച്ചും കൂടെ ഇൻ ഡെപ്ത് അറിയേണ്ടതുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് അതിൽ ഫെലോഷിപ്പ് ചെയ്തതും കൂടുതലായിട്ട് ആ ഒരു ഫീൽഡിലേക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഭൂരിഭാഗം ആളുകൾക്കും ഈ പ്രായമാവുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭയത്തോട് കൂടിയിട്ടാണ് കാണാറ്. ഈ റിട്ടയർമെൻറ്റ് ജീവിതം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു പേടിയാണ്. അല്ലെങ്കിൽ അതിനോടുള്ള ഒരുപാട് ആളുകൾക്ക് അറിവില്ലായ്മയാണ്. റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അവസാനിച്ചു എന്നുള്ള തരത്തിലാണ്. അല്ലെങ്കിൽ കരിയർ വൈസ് ആയിട്ട് വിരമിക്കൽ ആണല്ലോ. അപ്പം ജീവിതത്തിലും റിട്ടയർമെന്റ് ആണോ, അങ്ങനത്തെ പല ആങ്സൈറ്റി, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഡിപ്രഷൻ, ടെൻഷൻ, ഇങ്ങനെ ഒരുപാട് അവസ്ഥകൾ വരാറുണ്ട്. അതായത് ജീരിയാട്രിക് പീരീഡിനെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? 2 കാര്യങ്ങളാണ്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നമല്ല. നമ്മളൊരു 30, 40, 50 അങ്ങനെ പ്രായം കൂടുന്നതിനനുസരിച്ച് ഞാൻ വാർദ്ധക്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, എനിക്ക് ആ ഒരു പേടി ഉള്ളിലുണ്ടാവും. അതൊരു കാര്യം. ശരിക്കും അത് വളരെ അനാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്കൊരുപാട് മോഡൽസ് ഉണ്ട്, അല്ല റോൾ മോഡൽസ് ഉണ്ട് ലോകത്തെമ്പാടും.
നമ്മുടെ ചുറ്റുമുള്ള ആളുകളുണ്ട്. അവരെ 80കളിൽ അവർ വളരെ സജീവമായിട്ട് എല്ലാം അവരുടെ എ ടു സെഡ് കാര്യങ്ങൾ വളരെ സമൂഹത്തിൻ്റെയൊക്കെ മുൻപന്തിയിൽ നിന്ന് നയിക്കുന്ന ആളുകളുണ്ട്. അവരെന്തുകൊണ്ട് അങ്ങനെ ആവുമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെയുള്ള പലരും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു 70 കഴിയുമ്പോഴേക്കും വീട്ടിലൊതുങ്ങി പ്രായമായി അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, അസുഖങ്ങളൊക്കെ ആയിട്ട് കൊണ്ട് നടക്കുന്നവരെ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ആ ഒരു റിട്ടയർമെൻറ്റോട് കൂടി നമ്മളെ അസുഖങ്ങൾ തുടങ്ങുകയാണ്. അവിടെയാണ് നമ്മളെല്ലാം ഒഴിവാക്കി വീട്ടിലിരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജിരിയാട്രിക് ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു വാർദ്ധക്യം തുടങ്ങിയെന്നാണ് വെക്കേണ്ടത്. ഉം. അതിലേക്ക് അതിനൊരിക്കലും നമ്മളൊരിക്കലും റിട്ടയർമെൻറ്റ്, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. പലരും അതിനോട് യോജിക്കുന്നത് എനിക്കറിയില്ല. ഒരിക്കലും റിട്ടയർമെൻറ്റിന് വേണ്ടി ചിന്തിക്കുകയേ ചെയ്യരുത്. നമ്മൾ റിട്ടയർമെൻറ്റിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങുമ്പോൾ തന്നെ പോസ്റ്റ് റിട്ടയർമെൻറ്റ് പ്ലാൻസ് നമുക്കുണ്ടാവണം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മരണം വരെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഒരാൾ എത്രത്തോളം അവരുടെ ഡെയിലി ലൈഫിൽ എൻഗേജ്ഡ് ആണോ, അവർ പലപ്പോഴും അവർക്ക് അസുഖങ്ങൾ പലപ്പോഴും കുറവായിരിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മാനസിക സമ്മർദ്ദങ്ങൾ, ആങ്സൈറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ വളരെ ആക്റ്റീവായിട്ട് നടക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. പക്ഷെ നേരെ മറിച്ച് റിട്ടയർ ചെയ്ത് സോഷ്യലി കണക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് വീട്ടിൽ ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ആളുകൾ, ഒറ്റപ്പെട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മാനസിക സമ്മർദ്ദങ്ങൾ, പ്രശ്നങ്ങൾ ഒരുപാട് അവർ അനുഭവിക്കാറുണ്ട്. പലപ്പോഴും അങ്ങനത്തെ ആളുകളിൽ ഫിസിക്കലായിട്ട് അസുഖങ്ങളും കൂടുതൽ തന്നെയാണ്. നമ്മൾ എപ്പോഴും ആക്റ്റീവായി എപ്പോഴും എൻഗേജ് ആയിട്ടിരിക്കുക. മാത്രമല്ല കുറച്ചും കൂടെ നമുക്ക് അതിനുള്ള ശാരീരികമായിട്ട് മുൻകരുതൽ എടുക്കാൻ പറ്റും. വളരെ നേരത്തെ തന്നെ നമ്മളവിടെ സ്ട്രെങ്തനിങ് എക്സസൈസുകളും കാര്യങ്ങളും അങ്ങനത്തെ ഫിസിക്കലായിട്ട് നമ്മുടെ എക്സസൈസ് കാര്യങ്ങളും ഒക്കെ വളരെ നേരത്തെ ഒരു മിഡിൽ ഏജ് ഗ്രൂപ്പ് ആകുമ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. വാർദ്ധക്യത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രിപ്പയർ ആയിട്ടിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഹെൽത്തി ഡയറ്റ്, നമ്മൾ തോന്നിയ മാതിരി കഴിച്ചിട്ട് അസുഖം വരുമ്പോൾ നോക്കാം എന്നുള്ള ചിന്താഗതി പലപ്പോഴും നമ്മളെ കൊണ്ടെത്തിക്കുക. കാരണം അസുഖം വന്നതോടുകൂടി ഒരു സൈക്കിളാണ്. നമുക്കൊരു അസുഖം വന്നതോടുകൂടി നമ്മൾ മെൻ്റലി ഡൗൺ ആവും. മെൻ്റലി ഡൗൺ ആകുമ്പോൾ അസുഖം കൂടും, മറ്റ് അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടും. ആ ഒരു സൈക്കിളിലേക്ക് നമ്മൾ കിടന്ന് ചാടും. അത് വരാണ്ടിരിക്കാനുള്ള മുൻകരുതൽ പലപ്പോഴും നമ്മൾ എടുക്കേണ്ടതുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും, വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് മുൻകൂട്ടി തയ്യാറാവുന്നതേ ഉള്ളൂ. നേരത്തെ മരുന്നുകൾ കഴിക്കേണ്ടതുണ്ടെങ്കിൽ കൃത്യമായിട്ട് കഴിക്കുക, കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക. വളരെ നേരത്തെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ സമീകൃത ആഹാരങ്ങൾ, നമ്മളെ ആരോഗ്യത്തെക്കുറിച്ച് കുറച്ചും കൂടി ബോധവാന്മാരാവുക എന്നുള്ളതാണ് നേരത്തെ ചെയ്യാൻ. അത് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ഒരു മധ്യവയസ്സ് തൊട്ടേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. അതാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല നമ്മൾ റിട്ടയർ ചെയ്യുമ്പോഴുള്ള പ്ലാനും നേരത്തെ നമ്മൾ കണ്ടു വെക്കണം. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം തൊട്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ചുകൂടെ സോഷ്യൽ ആയിട്ടുള്ളൊരു കൾച്ചറാണ് നമുക്കുള്ളത്. പൊളിറ്റിക്കലിയും റിലീജിയസ് ആയിട്ടും ഒരുപാട് സംഘടനകൾ നമുക്കുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ ഈ പ്രായമായിട്ടുള്ള ആളുകൾ ഇതിലൊക്കെ വളരെ സജീവമാണ്. അത് ശരിക്ക് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊന്നും ഇല്ലാണ്ട് പട്ടണത്തിൽ ജീവിക്കുന്ന ആളുകൾക്കാണ് ഈ പ്രശ്നം കൂടുതൽ. നാട്ടിൻപുറത്ത് ഇതിലെല്ലാം സജീവമായിട്ട് പങ്കെടുക്കുന്ന ആളുകളൊക്കെ വളരെ ഈ മറവി രോഗങ്ങളും എല്ലാം വളരെ കുറവാണ്. ഈ ഡിമെൻഷ്യ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഐസൊലേറ്റഡ് ആയിട്ട് ടൗണിൽ ജീവിക്കുന്ന അർബൻ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾക്കാണ്. ഡോക്ടർക്ക് ഏറ്റവും കൂടുതൽ ഈ വരുന്ന ഈ ജീരിയാട്രിക് പേഷ്യൻസിന് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് ചാലഞ്ചസ് എന്തൊക്കെയാണ് അവർ പറയാറ്? ഡോക്ടർക്ക് ചാലഞ്ചിങ് ആയിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്നതിൽ എന്താണ് തോന്നിയിട്ടുള്ളത്? ചലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രായത്തിൽ വരുന്ന അധികം ആൾക്കും ഒരു അസുഖം ആവില്ല. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ഒ പിയിൽ കാണിക്കാൻ വരികയാണ്, നിങ്ങൾ ഒരു അസുഖമായിട്ടാണ് വരിക. ഞാനത് ചികിത്സിച്ച് അവിടെ കഴിഞ്ഞു. പക്ഷേ ഒരു 70 വയസ്സുള്ള എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അയാൾ ഒരു അസുഖമായിട്ടായിരിക്കും വരിക. പക്ഷെ നമ്മളൊരു 5 ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിച്ചാൽ അതൊക്കെ അങ്ങേർക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. അത് സംശയമാണോ, അല്ലെങ്കിൽ ശരിക്കും അത് പ്രായത്തിൻ്റെ? ഉണ്ടാവും. അത് നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു പ്രായമുള്ള 70 വയസ്സുള്ള എൻ്റെ അടുത്ത് ഒരു പനിയായിട്ട് വന്നു. ഞാൻ അങ്ങനെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെയാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ? മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് പോവാറ്. വയറ്റിൽ നിന്ന് പോകുമ്പോൾ കുറച്ച് ഹാർഡായിട്ടാണ് പോവാറ്, അല്ലെങ്കിൽ 2 ദിവസം വയറ്റിൽ നിന്ന് പോകാറില്ല. ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞു തുടങ്ങാം. ചിലപ്പോൾ അവർ നമ്മളോട് പറഞ്ഞോളുന്നില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. പിന്നെ ഓൾറെഡി അവർ ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ടാവും, ഹാർട്ടിന് അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടാവും, സ്ട്രോക്കിന് മരുന്ന് കഴിക്കുന്നുണ്ടാവും, കിഡ്നി രോഗത്തിന് പലതരം മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരുപാട് അസുഖങ്ങൾ അറ്റ് എ ടൈം നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഗുളിക കഴിക്കുമ്പോൾ മറ്റ് അവയവങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല. അപ്പോൾ അത്യാവശ്യം ചാലഞ്ചിങ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പേഷ്യൻ്റ് വരുമ്പോൾ തന്നെ, ഒരു ഉദാഹരണത്തിന് വേറൊരു പ്രശ്നമുണ്ട്. അവർ വരുമ്പോൾ തന്നെ അവർ പറയുന്ന ലക്ഷണങ്ങളുണ്ടല്ലോ, അതിലും ബുദ്ധിമുട്ട്. അത് നമുക്ക് ഒരു അസുഖം ഇപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിച്ചോളുന്നില്ല പ്രായം കൂടുമ്പോൾ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണം വെച്ച് പറയാം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു മൂത്രപ്പഴുപ്പ് വന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വരിക, എന്തൊക്കെയായിരിക്കും? വിറയലോട് കൂടിയ പനി ഉണ്ടാവും, മൂത്രമൊഴിക്കുമ്പോൾ പുകച്ചിലുണ്ടാവും, അടിവയറ്റിൽ വേദന ഉണ്ടാവും. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു മൂത്രപ്പഴുപ്പിൻ്റെ ലക്ഷണം. പക്ഷേ ഒരു മുതിർന്ന ആളിൽ ഇതൊന്നും വരണമെന്നില്ല. പനി തന്നെ ഉണ്ടാവണമെന്നില്ല. വലിയ ന്യൂമോണിയ ആണെങ്കിൽ പോലും, നല്ല ഇൻഫെക്ഷൻ ആണെങ്കിൽ പോലും പനി ഉണ്ടാവില്ല. അവരുടെ ശരീരത്തിൽ അതിൻ്റെ മെക്കാനിസംസ് ഒക്കെ കുറച്ച് ഡൗൺ ആയിരിക്കും. അവിടെ പനി പുറത്തേക്ക് വരുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാവില്ല. പനി ഉണ്ടാവില്ല. പിന്നെ മൂത്രമൊഴിക്കുമ്പോൾ കടച്ചിൽ, അത് ഉണ്ടാവണമെന്നില്ല. അവർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ടാവുക ചിലപ്പോൾ ഒരു അക്യൂട്ട് ഡെലീരിയം, അതായത് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടിട്ട് പിച്ചും പേയും പറയണമെന്ന് പറഞ്ഞിട്ടായിരിക്കും കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ ഒ പിയിൽ വരുന്നൊരു പേഷ്യൻറ്റ് കൃത്യമായിട്ടൊരു എവിടെയാണ് പ്രശ്നം അവിടുത്തെ ലക്ഷണമൊന്നും ആൾക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ പിച്ചും പേയും പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒ പിയിൽ വരാം.
ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഇത് എവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തോ ഒരു പ്രശ്നമുണ്ട്. അവിടെ നമ്മൾ തപ്പി കണ്ടുപിടിക്കേണ്ടി വരും. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് ക്ലിനിക്കൽ എക്സാമിനേഷൻ തല തൊട്ട് കാല് വരെ എല്ലാ കാര്യങ്ങളും തൊട്ട് മനസ്സിലാക്കിയിട്ട് വെച്ച് സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കി എവിടെയെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നോക്കണം. ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റിലേക്കും യൂറിനിട്ട് ബാക്കി ടെസ്റ്റുകളിലേക്ക് പോകേണ്ടി വരും. ഇതൊക്കെ കൂടി നോക്കിയിട്ട് നമുക്കൊരു ഏകദേശ ധാരണയിൽ ചിലപ്പോൾ എന്നതായിരിക്കാം കാരണമെന്ന് പറയാൻ പറ്റും. ചിലപ്പം ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ പരിശോധനയിലൊന്നും കാണുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ബ്ലഡൊക്കെ നോർമലാണ്. ചെറിയൊരു ഇൻഫെക്ഷൻ സൂചനയുണ്ട്. മൂത്രം നോക്കുമ്പോൾ മൂത്രത്തിൽ പഴുപ്പ് കാണുന്നത്. അപ്പോഴാണ് പക്ഷേ അച്ഛൻ വന്ന് എന്തായിട്ടാ രാവിലെ തൊട്ട് പിച്ചുമ്പയും പറയുന്നു. നോക്കുമ്പോൾ പനിയില്ല, വേറൊരു കുഴപ്പമില്ല. അതാണ് നമ്മൾ ഏറ്റവും വലിയൊരു ചാലഞ്ച് കാണാറുള്ളത്. പ്രായമാവുന്ന സമയത്ത് പല ഡോക്ടറുകളെ കാണിക്കും. ഇപ്പം മുട്ടുവേദന, നടുവേദന ഇതിനൊക്കെ പല മരുന്നുകളും നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ അവർ കഴിക്കുന്നുണ്ടാവും. ശരിക്കും നമ്മളൊരു ആഫ്റ്റർ 60s കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് ഒരു ട്രാക്ക് റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതല്ലേ? ഒരു ഹെൽത്തി ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. സോ അത് ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ അടുത്ത നെക്സ്റ്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും വരുന്നത്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം തന്നെ അതാണ്. അതായത് പ്രത്യേകിച്ച് പണ്ട് കാലത്തൊക്കെ ഇത് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഒരുപാട് സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ കാണിക്കുക, ഒരുപാട് മരുന്നുകൾ കഴിക്കുക. ഒരു പോളിഫാർമസി എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മുടെ നാട്ടിൽ വളരെ കോമണാണ്. അതിൻ്റെ ആ ഒരു അത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഒരു കുഴപ്പമാണ്. നമ്മൾ പലപ്പോഴും ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു അച്ഛനുണ്ട്. ഒരു പ്രായമായി കഴിഞ്ഞാൽ തലവേദന ആയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ന്യൂറോളജി ഡോക്ടറെ കൊണ്ട് കാണിക്കും. പിന്നെ കാലിൽ ചെറിയൊരു വേദന ഉണ്ട് അല്ലെങ്കിൽ ചെറിയ തരിപ്പുണ്ടെങ്കിൽ നേരെ വീണ്ടും ന്യൂറോളജി കാണിക്കും. വയറുവേദന ഉണ്ടെങ്കിൽ ഗ്യാസ്ട്രോ ഡോക്ടറെ കാണിക്കും. പലപ്പോഴും ഒരു ലക്ഷണത്തിന് നമ്മൾ നേരെ അതിൻ്റെ സ്പെഷ്യാലിറ്റി ഡോക്ടറെ കൊണ്ട് കാണിക്കുമ്പോൾ വരുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു ഡോക്ടറുടെ മാക്സിമം അത്യാവശ്യം എക്സ്പേർട്ട് ആയിരിക്കും ആ ഒരു ഏരിയയിൽ. അവരെല്ലാം നോക്കും. ചിലപ്പോൾ ഒന്നും കാണുന്നുണ്ടാവില്ല. ചിലപ്പോൾ വയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നമാവില്ല വയറുവേദനയ്ക്ക് കാരണം. വേറെ എന്തെങ്കിലും കാരണമായിരിക്കാം. അതുപോലെ തന്നെ തരിപ്പിൻ്റെ കാരണം ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. ഉറക്കമില്ലാത്തതുകൊണ്ട് വേറെ എന്തെങ്കിലും റീസൺസ് ആയിരിക്കാം. പക്ഷേ നമ്മൾ ഓരോ പ്രശ്നത്തിനും ഓരോ ഡോക്ടർ ഷോപ്പിംഗ് എന്ന് പറയും. ഓരോ ഡോക്ടർമാരെ കൊണ്ട് കാണിക്കുന്നതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡോക്ടറും അവരുടേതായ പ്രിസ്ക്രിപ്ഷൻസ് തരും. ഒരു 3 4 മെഡിസിൻ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി തരും. അടുത്ത ഡോക്ടർ ചിലപ്പോൾ വീണ്ടും വേറെ മെഡിസിൻ എഴുതും. ഇതിലൊക്കെ ചിലപ്പോൾ കോമൺ ആയിട്ടുള്ള മരുന്നുകളുണ്ടാവും. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു 5 പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാം നോക്കിയിട്ട് എല്ലാ മരുന്നുകളും നോക്കാൻ ചിലപ്പോൾ പുള്ളിക്ക് സമയം കിട്ടിക്കൊള്ളുന്നില്ല. പുള്ളിയുടെ അടുത്ത് എന്തോ പ്രശ്നമായിട്ടാണ് വന്നത്, അതിനുള്ള മരുന്ന് എഴുതി പുള്ളി വിടും. തിരക്കുള്ള ഒ.പിയാണ്. നമ്മുടെ നാട്ടിൽ പേഷ്യൻസിൻ്റെ ബൾക്ക് വളരെ കൂടുതലാണ്. സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ആളുകൾക്കാണ് ഏറ്റവും തിരക്കുള്ള ഡോക്ടറെ കാണുകയും വേണം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ശ്രദ്ധ കിട്ടാറില്ല. അങ്ങനെയാകുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻ റിപ്പീറ്റേഷൻ വരും. ഒരേ മരുന്ന് തന്നെ പല ആളുകൾ എഴുതിയിരുന്നു. എക്സാമ്പിൾ ഗ്യാസിൻ്റെ ഗുളിക. ന്യൂറോ ഡോക്ടർ എഴുതുന്ന ഒരു മെഡിസിനിൽ ചിലപ്പോൾ ഗ്യാസിൻ്റെ ഗുളിക ഉണ്ടാവും. അപ്പുറത്തും ഒരു ഗ്യാസിന് പ്രശ്നം ഉണ്ടാക്കാനുള്ള ഗുളിക എഴുതുമ്പോൾ അതിന് കൂടെ ഇത് ഡോയ്ക്ക് അറിയില്ല. ഡോയ്ക്ക് ഫാർമസിയിൽ കൊടുത്ത് സെപ്പറേറ്റ് വാങ്ങിച്ച് എല്ലാം കഴിക്കും. ഒരു ദിവസം 2 3 ഗ്യാസിൻ്റെ ഗുളിക ചിലപ്പോൾ അവർ കഴിക്കുന്നുണ്ടാവും. മരുന്ന് നമ്മൾ ഇൻട്രാക്ഷൻസ് പ്രശ്നമായിരിക്കും. ഒരു മരുന്ന് മറ്റേ മരുന്നിൻ്റെ കൂടെ കൊടുക്കാൻ പാടുണ്ടാവില്ല. പലപ്പോഴും പല ഡോക്ടർമാർ എഴുതുമ്പോൾ അത് മിസ് ചെയ്യാറുണ്ട്. ഇത് ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾക്ക് അവർക്കൊരു പേഴ്സണൽ ഡോക്ടർ എപ്പോഴും ഒരു ഫാമിലി ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ജിറിയാട്രിക് ഡോക്ടറോ ഒരു ജനറൽ ഫിസിഷ്യനോ ഏതെങ്കിലും ഒരു സ്ഥിരമായിട്ട് തൊട്ടടുത്ത് കാണിക്കാൻ സൗകര്യമുള്ള ഒരു ഡോക്ടറെ കാണിക്കുക. എല്ലാ പ്രശ്നത്തിനും ആദ്യം പോയി കാണിക്കുക. അവരെടുത്തുനിന്ന് അവർ പറഞ്ഞിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ആരെ കാണിക്കണം. ചിലപ്പോൾ ചെറിയൊരു തലവേദനയ്ക്ക് ഒരു പാരസിറ്റമോൾ കഴിച്ചാൽ മാറാവുന്ന തലവേദനയ്ക്ക് ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിച്ച് ഡീറ്റെയിലായി സ്കാൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. സാധാരണ മൈഗ്രെയിൻ ഹെഡേക്ക് ആയിരിക്കാം. അത് അവർ കാണിച്ചൊന്നും ഡോക്ടർ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആ ഒരു പ്രോപ്പർ റെഫറൽ ഉണ്ടായി കഴിഞ്ഞാൽ പ്രാഥമികമായിട്ട് എല്ലാ അസുഖങ്ങളും പേഴ്സണൽ ഡോക്ടറെ കൊണ്ട് കാണിക്കുക. അവർ മെഡിസിൻസ് എല്ലാം ക്രോഡീകരിച്ച് കൊടുക്കുക. അവരുടെ ഉത്തരവാദിത്തം അതായിരിക്കണം. പല ഡോക്ടർമാരെ കാണിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. തിരിച്ച് ലാസ്റ്റ് ഇവിടെ വന്നിട്ട് എല്ലാ മെഡിസിനും നിങ്ങൾ കഴിക്കേണ്ട എത്ര മെഡിസിനാണ്, ഇത് 2 മരുന്ന് റിപ്പീറ്റേഷൻ വരുന്നുണ്ട്, ഇതിൽ ഓൾറെഡി സെയിം കണ്ടന്റ് ആണുള്ളത്, ഇത് നമുക്ക് ഒഴിവാക്കിയിട്ട് ഇതാക്കാം. ഇതെല്ലാം ക്രോഡീകരിച്ച് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമ്മൾ ജിറിയാട്രിക് ഡോക്ടേഴ്സ് ഉണ്ട്. അവർ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ഫാമിലി ഡോക്ടറെ കണ്ടു കഴിഞ്ഞാലും അവർക്ക് സ്ഥിരമായിട്ട് ഇങ്ങനത്തെ കഴിക്കുന്ന ഡോക്ടർ എല്ലാ പ്രിസ്ക്രിപ്ഷൻസും നമുക്ക് റെഡിയായി കൊടുക്കാൻ കഴിയും. പിന്നെ വേറെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആകുന്ന ആളുകളുടെ കൂടുതലാണ്. നിങ്ങൾക്ക് കഴിക്കുന്ന ഒരു മെഡിസിൻ സെയിം മരുന്ന് നിങ്ങളുടെ വീട്ടിലെ വലിയച്ഛന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തുണ്ടാവില്ല, നിങ്ങൾക്ക് കഴിക്കുന്ന ഗുണം ചിലപ്പോൾ രണ്ടുപേരും ഒരുപോലെ കിട്ടുമായിരിക്കും. പക്ഷേ നിങ്ങളെക്കാൾ സൈഡ് എഫക്റ്റ് പ്രായമുള്ള ആളുകൾക്ക് വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. അങ്ങനെയാകുമ്പോൾ അത് വളരെ പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പ്രായമായിട്ടുള്ള ആളുകളിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിനുള്ള കാരണങ്ങളിൽ 20% മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് വല്ലാണ്ട് പ്രായമായ ആളുകളിൽ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ മരുന്നിൻ്റെ ഡോസ് പലപ്പോഴും പകുതി മതിയാവാറുള്ളൂ. അതുകൊണ്ട് എല്ലാം അതിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഈ 60 വയസ്സ് കഴിഞ്ഞിട്ട് വരുന്ന ഈ പേഷ്യൻസ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് പറയുന്ന അസുഖം എന്താണ്? നമുക്ക് എല്ലാ അസുഖങ്ങളും എല്ലാ അസുഖങ്ങളും പറയാൻ പറ്റില്ല. ഒട്ടുമിക്ക അസുഖങ്ങളും പ്രായമാകുമ്പോഴാണ് കൂടുതലായിട്ട് കണ്ടുവരാറ്. ഇപ്പോൾ നമുക്കറിയുന്ന എല്ലാ അസുഖങ്ങളും ഇപ്പം ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹം, പ്രഷർ, ഹൈപ്പർ ടെൻഷൻ, കാർഡിയാക് പ്രശ്നങ്ങൾ, അതായത് ഹൃദയാഘാതം, സ്ട്രോക്ക്, സാധാരണ കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങൾ
അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഇപ്പം ആദ്യം പറഞ്ഞ പ്രമേഹം, രക്താതിസമ്മർദ്ദം ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. കൊളസ്ട്രോൾ ഇതിൻ്റെ കോംപ്ലിക്കേഷനാണ് വരുന്ന സ്ട്രോക്ക്, നമ്മുടെ ഹൃദയാഘാതം, കിഡ്നി രോഗങ്ങൾ ഇതെല്ലാം കണ്ടുവരുന്നത് പ്രായമുള്ള ആളുകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരാറ്. കിഡ്നി രോഗങ്ങൾ വളരെ കോമൺ ആണ്. നമ്മൾ എല്ലാ അവയവങ്ങളും ഓരോ നാൾ കൂടുമ്പോൾ പ്രായമായിക്കൊണ്ടിരിക്കുക. നമ്മുടെ ശരീരം പോലെ തന്നെ അവയവങ്ങൾക്കും പ്രായമായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കിഡ്നിയെ സംബന്ധിച്ചിടത്തോളം 30 വയസ്സ് കഴിഞ്ഞ് ഓരോ ദിവസവും കഴിയുമ്പോൾ നമ്മുടെ പ്രായം കിഡ്നിയുടെ ഫംഗ്ഷൻ കുറഞ്ഞുകൊണ്ട് വരാൻ ഓരോ നെഫ്രോൺസ് കുറഞ്ഞ് പ്രായം കൂടിക്കൊണ്ടിരിക്കുക നമ്മുടെ കിഡ്നിക്ക്. അപ്പോൾ നമ്മുടെ GFR എന്ന് പറയും. അത് ഇങ്ങനെ സ്ലോലി ഡിക്ലൈൻ ചെയ്ത് തുടങ്ങും 30 വയസ്സ് കഴിയുമ്പോൾ. അപ്പോൾ നമ്മളൊക്കെ 30 നമ്മളെ കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞു തുടങ്ങി. ഇപ്പോൾ തന്നെ കുറഞ്ഞു തുടങ്ങി. അടുത്തൊരു 40 വർഷമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറഞ്ഞു വരും. അപ്പോൾ ആൾക്ക് ഓൾറെഡി പ്രായത്തിൻ്റെ ഭാഗമായിട്ട് കിഡ്നി ഫംഗ്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കിഡ്നിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ഒന്നുകിൽ പ്രഷറോ പ്രമേഹമോ മറ്റ് കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് കിഡ്നി രോഗം എല്ലാം പ്രായമാകുമ്പോഴാണ് കൂടുതലായിട്ട് കാണാറ്. ക്യാൻസറുകൾ ഒട്ടുമിക്ക ക്യാൻസറുകളും പ്രായം കൂടുമ്പോഴാണ് കോമൺ ആയിട്ട് കണ്ടുവരാറുള്ളത്. പിന്നെ ന്യൂറോളജിക്കലായിട്ടുള്ള പ്രായമായവർക്ക് മാത്രമായിട്ട് കണ്ടുവരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. ഒന്ന് മറവി രോഗം, പാർക്കിൻസോണിസം എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മൂത്രത്തിൻ്റെ, പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ വീഴ്ചകൾ വരാം. പിന്നെ ഫ്രയൽറ്റി എന്ന് പറഞ്ഞ സിൻഡ്രോം ഉണ്ട്. അതായത് നമ്മുടെ ബോഡിയുടെ കപ്പാസിറ്റി ഒരു സ്ട്രെസ്സ് വരുമ്പോൾ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും പ്രായമാകുമ്പോൾ. അപ്പോൾ നിങ്ങൾക്കൊരു പനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പനി മാറിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നിങ്ങൾ ഇറങ്ങി ഓടും. പ്രായമായി കഴിഞ്ഞാൽ ചിലപ്പോൾ പനി വരും, 3-4 ദിവസം കിടക്കും. പനി മാറിക്കഴിഞ്ഞാൽ ഒരു അച്ഛൻ അതേ കിടപ്പായിരിക്കും. അപ്പോൾ ഒരു സ്ട്രെസ്സ് വരുമ്പോൾ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അത് പ്രായത്തിൽ വരുന്ന ഒരു സിൻഡ്രോം, ഫ്രയൽറ്റി എന്ന് പറയുന്ന ഒരു സിൻഡ്രോം. അത് വളരെ കോമണാണ്. അത് നമുക്ക് നേരത്തെ അസസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റേതായ മുൻകരുതലുകൾ കാര്യങ്ങൾ എടുക്കാൻ പറ്റും ശരിക്കും. അപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ഒരു പേഷ്യൻ്റ് വരുന്ന സമയത്ത് അവർക്ക് നമ്മൾ ഒരു കോമൺ ആയിട്ട് ചില ടെസ്റ്റുകൾ നടത്താറുണ്ട്. യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എന്തൊക്കെ ടെസ്റ്റുകളായിരിക്കണം? ഇപ്പം നേരത്തെ പറഞ്ഞ നമ്മൾ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രിലിമിനറി അസസ്മെൻറ്റ് എന്ന് പറയുന്ന രീതിയിൽ എന്തൊക്കെ ടെസ്റ്റ്? കാരണം പല ആൾക്കാരും പറയും ഡോക്ടർമാരെ ചെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് ടെസ്റ്റുകൾ പറയും. പക്ഷെ അതിൻ്റെ ഇമ്പോർട്ടൻസും അത് അത്രമേലെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അത് ആൾക്കാരധികം ശ്രദ്ധിക്കാറില്ല. അപ്പം അത്തരത്തിൽ എന്തൊക്കെ ടെസ്റ്റുകളായിരിക്കണം ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളതൊന്ന് പറഞ്ഞു തരുമോ? ഇതിൽ ഈ സാധാരണ ഒരു സാധാരണ ഒരു പേഷ്യൻറ്റിനോട് സാധാരണ ഒരാൾക്ക് ചോദിക്കുമ്പോൾ വളരെ പ്രസക്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഈ ജിറിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ ടെസ്റ്റുകളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കാര്യമുണ്ട്. നമ്മളൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോംപ്രിഹെൻസീവ് ജിറിയാട്രിക് അസസ്മെൻറ്റ് എന്ന് പറയും. അത് വളരെ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ നമുക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ട്, സോഷ്യൽ വർക്കർ ഉണ്ട്, അവരാണ് ഇത് ചെയ്യുക. നമുക്ക് OPയിൽ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അവർ ട്രെയിൻ ചെയ്തിട്ടുള്ളവർ ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ എടുക്കും. അതിൽ A to Z കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയും. അതൊരു ഒരുപാട് സ്ക്രീനിങ് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ നമ്മൾ OPയിൽ ഞാൻ പറഞ്ഞില്ല, ഒരു പ്രശ്നമായിട്ടാണ് അധികം പേഷ്യൻസും വരും. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ വെറുതെ നമ്മൾ ഡോക്ടറെ കൊണ്ട് കാണിക്കുക, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഡോക്ടറെ കൊണ്ട് കാണിക്കാറില്ല. ഒരു പ്രശ്നം വരുമ്പോഴാണ് അധികം ആളുകളും കാണിക്കാറ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഈ റൂട്ടീൻ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടുവരാറ്, ഡോക്ടറെ കാണാറുള്ളത്. പക്ഷേ ഈ ജിറിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ടി വരുന്ന സാധനം ഈ കോംപ്രിഹെൻസീവ് ജിറിയാട്രിക് അസസ്മെൻറ്റ് എന്ന സംഭവമുണ്ട്. അതിൽ രോഗിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് കുറേ അസുഖങ്ങൾ നമുക്ക് ചോദ്യങ്ങളിലൂടെ ചെറിയ ആക്ടിവിറ്റികളിലൂടെ ഒരാൾ കൂടെ ഇരുന്നതിന് സ്ക്രീൻ ചെയ്യാൻ കഴിയും. നമ്മൾ തുടക്കം തൊട്ട് ആൾ എത്ര വരെ പഠിച്ചു, വീട്ടിൽ ആരൊക്കെയുണ്ട്, ആരാണ് ആളെ നോക്കുന്ന ആൾക്ക് ആരാണ് ഫിനാൻഷ്യലി സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ തൊട്ടിട്ട് അവരുടെ സോഷ്യൽ ആസ്പെക്റ്റുകൾ എല്ലാം ചോദിച്ചറിയും. അവർക്കുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അവർ കഴിക്കുന്ന മരുന്നുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോരോ ഈ പ്രായത്തിൽ അനുഭവപ്പെടാറുള്ള എല്ലാ പ്രശ്നങ്ങളും ഓരോന്നായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യും. നമ്മുടെ ഉറക്കം റെഡിയാണോ? വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രശ്നമാണ് ഉറക്കം. ഇതൊന്നും പലപ്പോഴും പറയില്ല. അധികം ആൾക്ക് ഉറക്ക പ്രശ്നം ഉണ്ടാവും. പക്ഷെ അതൊരു പ്രശ്നമായി തോന്നാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഇങ്ങനത്തെ പ്രശ്നങ്ങളും, അതായത് ഉറക്കത്തിൻ്റെ പ്രശ്നം, മൂത്രത്തിൻ്റെ പ്രശ്നം, പിന്നെ ചിലർക്ക് നടക്കും ബുദ്ധിമുട്ടുകളുണ്ടാവും, വീഴാൻ പോകുന്നുണ്ടാവും. ഇതെല്ലാം പ്രായമായില്ലേ എന്നൊരു ചോദ്യം. പ്രായമായതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴും പ്രായമായില്ലേ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല. അവർക്കത് പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാരണം അവർ പ്രായത്തിലേക്ക് അട്രിബ്യൂട്ട് ചെയ്യുക. പലപ്പോഴും ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ചെയ്യുന്ന ജീവൻ തന്നെ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നെടുത്ത് ചോദിക്കും. മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ടോ? രാത്രി എത്ര തവണ മൂത്രമൊഴിക്കും? വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുകളുണ്ടോ? പിന്നെ എന്തെങ്കിലും മറവി രോഗങ്ങളുണ്ടോ എന്നുള്ള സ്ക്രീനിങ് കുറേ ടെസ്റ്റുകളുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്ത് നോക്കും. പല സ്കെയിലുകളുണ്ട്, അത് ചെയ്ത് നോക്കും. പിന്നെ ആൾക്കൊണ്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരം പറയുന്ന രൂപത്തിൽ. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഒരാളുടെ സഹായം ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കുളിക്കാൻ, മുഖം കഴുകാൻ, ഇതെല്ലാം ചിലപ്പോൾ വേറെ ആൾ ചെയ്ത് കൊടുക്കായിരിക്കാം പ്രായമുള്ള ഒരാൾക്ക്. നമ്മൾ ചിലപ്പോൾ എല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡ്രസ്സ് മാറ്റാൻ പറ്റുന്നത് അതിനുള്ള ഹെൽപ്പ് വേണ്ടി വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ പിന്നെ ആളുടെ പൈസയുടെ കാര്യങ്ങൾ ആരെ കൈകാര്യം ചെയ്യുന്നത്, ഫിനാൻഷ്യൽ കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഇത് കിട്ടുന്ന ആളാണ്, ഒരു പെൻഷൻ കിട്ടുന്ന ആളാണെങ്കിൽ ഇതിൻ്റെ കാശിൻ്റെ കാര്യം സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയാറുണ്ടോ? ഇപ്പോൾ പഠിത്ത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ള, പിന്നെ എന്തെങ്കിലും മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ സ്ക്രീനിലൂടെ അവിടെ കടന്നു പോകും.
ആളെന്തെങ്കിലും വിഷമങ്ങൾ, ഡിപ്രഷൻ നേരിടുന്നുണ്ടോ? മറവി രോഗങ്ങളുടെ തുടക്കം തുടങ്ങിയിട്ടുണ്ടോ? മൂത്രസംബന്ധമായ രോഗങ്ങളുണ്ടോ? ഇത് ഒരുപാട് രോഗങ്ങൾ പ്രായമായിട്ട് ബന്ധപ്പെട്ട് വീഴാനുള്ള സാധ്യതകളുണ്ടോ? ഫോൾ റിസ്ക് അസസ്മെൻറ്റ് നടത്തും. ആൾ നടത്തി നോക്കും. ടഗ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അതായത് ടൈംഡ് ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ടെസ്റ്റ്. നമുക്ക് ഒരു 3 മീറ്റർ നടന്നിട്ട് തിരിച്ച് വരുന്നൊരു ടെസ്റ്റ്. അതിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കും. എത്ര സമയം കൊണ്ട് നടന്ന് വരാൻ പെട്ടെന്ന് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് വീഴാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പറയാൻ കഴിയും. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേരത്തെ കണ്ടെത്താൻ കഴിയും ഈ ഒരു അസസ്മെൻറ്റിലൂടെ. അത് കൂടാണ്ട് നമുക്ക് റുട്ടീനായിട്ടുള്ള എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ഈ പ്രായത്തിൽ നമ്മുടെ കൗണ്ടുകൾ, ഹിമോഗ്ലോബിൻ കൗണ്ടുകൾ, പിന്നെ കിഡ്നി ഫംഗ്ഷൻ, ലിവർ ഫംഗ്ഷൻ, റുട്ടീനായിട്ട് ചെയ്യുന്ന ജീവിതശൈലി രോഗങ്ങളുടെ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഷുഗറിൻ്റെ ഫാസ്റ്റിംഗ് ഷുഗർ, അതിൻ്റെ 3 മാസത്തെ ആവറേജ് HbA1c, പിന്നെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ചെസ്റ്റ് എക്സ്റേ, വയറിൻ്റെ സ്കാന്, ഇങ്ങനത്തെ വളരെ ബേസിക് ആയിട്ടുള്ള റുട്ടീൻ കൊളസ്ട്രോളിൻ്റെ ലിപിഡ് പ്രൊഫൈൽ, ഇതെല്ലാം നമുക്ക് പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഒരു റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ഇതും കൂടെ ചെയ്യാം. ഒരു കുഴപ്പമില്ലെങ്കിൽ പോലും ഈ ഒരു ജീരിയാട്രിക് അസസ്മെൻറ്റിലൂടെ കടന്നു പോവുകയും ഈ റുട്ടീൻ ടെസ്റ്റുകൾ ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും കഴിയും. ശരിക്കും അത് നല്ലൊരു പ്രോസസ്സാണ്. അതായത് ഒരു പേഷ്യൻ്റ് വരുന്ന സമയത്ത് അദ്ദേഹത്തിനടുത്ത് അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കി ഒരു ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു കാര്യമാണ്. ഈ മിക്ക വീടുകളിലും പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർ ചിലപ്പം ഭാര്യ മരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചതായിരിക്കാം, വിഡോ ആ ഒരു സ്റ്റേജിലായിരിക്കാം ഉണ്ടാവുക. ഈ ഒറ്റപ്പെടലുകൾ ശരിക്കും അവരെ അലട്ടുന്ന പ്രശ്നമാകും. ലോൺലിനെസ് അവരുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. ചിലപ്പം കുട്ടികൾ വിദേശത്തായിരിക്കാം. അപ്പം വീട്ടിൽ തനിച്ചിരിക്കുന്ന സമയത്ത് ഇതെല്ലാം ഈ ഒരു ഏജ് വല്ലാതെ കൺസേൺ ചെയ്യുമോ അവരെ മാനസികമായി? അതായത് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. റിട്ടയർമെൻറ്റോട് കൂടി അല്ലെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതോട് കൂടി മാനസികമായിട്ടുള്ള അസുഖങ്ങൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി എല്ലാം ഒന്നൊരു അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മിഡിൽ ഏജിൽ കുറവാണ്. നമ്മൾ യൂത്ത് ആകുമ്പോൾ ഒരു മിഡിൽ ഏജിലൊക്കെ അത് കുറയും. പിന്നെ അത് പിന്നെയും വാർദ്ധക്യത്തിൽ പിന്നെ അത് ഒരുപാട് കൂടും. അവർക്ക് ഒരുപാട് സമയമുണ്ടാവും പലതിനെക്കുറിച്ചും ചിന്തിക്കാൻ വേണ്ടിയിട്ട്. വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ വീട്ടിൽ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ, കുട്ടികൾ സ്കൂളിൽ പോയിട്ട് പേരക്കുട്ടികൾ സ്കൂളിൽ പോയി തിരിച്ചെത്താൻ 1 മണിക്കൂർ വൈകിയാൽ തന്നെ അവർക്ക് ആങ്സൈറ്റി തുടങ്ങും. വളരെ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് ആങ്സൈറ്റി ആയിട്ട് മാറാറുണ്ട്. മാത്രമല്ല അത് അവരെ നല്ലപോലെ ബാധിക്കാറുണ്ട്. പ്രായമായിട്ടുള്ള ആളെ നോക്കുന്നവർ അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഈ പ്രായത്തിൽ വരുന്ന, അതായത് മുതിർന്നവരിൽ വരുന്ന ജിറാട്രിക് ഏജ് ഗ്രൂപ്പിൽ വരുന്ന ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇതിനൊക്കെ കൃത്യം നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ടുള്ള സിംപ്റ്റംസ് കണ്ടോളുന്നില്ല. അപ്പോൾ നമുക്ക് പലപ്പോഴും അതിനെപ്പറ്റി ഏറ്റവും നന്നായി അറിയുന്ന ആളാണെങ്കിൽ പോലും ഇവർക്ക് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ഇന്നലെ ഇന്നലെ എൻ്റെ ഒപിയിൽ വന്നൊരു പേഷ്യൻ്റ് ഉണ്ട്. അവർ വന്നത് മേലുവേദനയായിട്ടാണ്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു തുടങ്ങി എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നുള്ളത്. ബാക്കിൽ പെയിനുണ്ട്, ഇവിടെ പെയിനുണ്ട്, തലകറക്കമുണ്ട്, കാലിലൊരു തരിപ്പുണ്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ടൈപ്പ് ചെയ്ത് ഓരോന്നിങ്ങനെ ടൈപ്പ് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ? കാരണം ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരൊത്തു പോകുന്നില്ല. വളരെ ഹാപ്പി ആയിട്ടാണ് വന്നത് രണ്ടുപേരും. അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞ് ടൈപ്പ് ഞാൻ തിരിച്ചൊന്നും ചോദിച്ചില്ല. എനിക്ക് ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ കാണിക്കാൻ വന്ന ടെൻഷനുമായിട്ടല്ല. അപ്പോൾ കൂടെ മരുമകളുണ്ട്. അപ്പോൾ ആളും ടെൻഷൻ എന്നൊരു സംഭവം കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ ആദ്യം വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. വീണ്ടും ചോദിച്ചു, എന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്നുള്ളതൊക്കെ പറഞ്ഞു. അത് കരയാൻ തുടങ്ങി. അപ്പോൾ അവർ മോനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളും ഹസ്ബൻഡിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു. എന്നിട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ കുറച്ച് അവർ ടെസ്റ്റ് ചെയ്ത് അന്ന് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞു കാര്യമായിട്ടൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, എന്നാലും നമുക്ക് നോക്കി നോക്കാം. കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ എഴുതി എല്ലാം നോർമലായിരിക്കും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെല്ലാം, അവരെല്ലാ അസുഖങ്ങളുടെ പ്രശ്നങ്ങളും ബേസിക് ആയിട്ട് ഈ ഒരു വിഷമത്തിൻ്റെയും ആങ്സൈറ്റിയുടെയും ഭാഗമായിട്ടായിരുന്നു. അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അവർ നമുക്ക് പ്രായമാകുമ്പോൾ ആദ്യം തന്നെ മരുന്നുകൾ തുടങ്ങാമെന്നുള്ള അത്ര എളുപ്പമല്ല. കുറച്ച് നമുക്ക് അതിന് വേണ്ട ജീവിതത്തിൽ വീട്ടിൽ വേണ്ട കുറച്ച് ചേഞ്ചസും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെയായിരിക്കും പ്രസൻറ്റ് ചെയ്യുക പലപ്പോഴും. പലപ്പോഴും അവർക്ക് കെയർ കിട്ടാൻ വേണ്ടി അവർ കുറച്ച് കാര്യങ്ങൾ, അസുഖങ്ങൾ, എനിക്ക് അസുഖങ്ങളുണ്ട്, ബാക്കി ആ സമയത്ത് ബാക്കിയുള്ളവരെ വന്ന് നോക്കും. കാരണം അവരുടെ ബേസിക് ഉള്ള പ്രശ്നം എനിക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളതായിരിക്കാം. മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും വരും, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. ഇതൊക്കെ അവർ ആസ്വദിക്കും. അവർക്ക് സന്തോഷം തരുന്ന കാര്യമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് മരുന്ന് കൊടുത്ത് കുറച്ച് ദിവസം ചിലപ്പോൾ വീട്ടിൽ വന്നിരുന്നല്ലാതെ തിരിച്ചു പോകും. തിരിച്ചു പോകുമ്പോൾ ആൾക്ക് പിന്നെയും ഒറ്റപ്പെടലും ചിന്തകളും വരും. അപ്പോഴും ഓരോരോ ലക്ഷണങ്ങൾ വരും. ഇങ്ങനെയൊക്കെയാണ് പലരും നമ്മുടെ അടുത്ത് വന്ന് കാണിക്കാറുള്ളത്. വളരെ കോമൺ ആണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുമാണ്. പ്രായമായിട്ടുള്ള ആൾക്കാരെ നോക്കുക എന്ന് പറയുന്നത് ചെറിയ കുട്ടികളെ നോക്കുന്ന പോലെ തന്നെ നമ്മൾ കെയർ ചെയ്ത് നോക്കണം. പക്ഷേ ഈ
അവരെ നോക്കുന്ന അവരെ കെയർ ടേക്കേഴ്സിൻ്റെ ഈ പറഞ്ഞ പോലെ മെൻ്റൽ ഹെൽത്തും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ജീവിത സാഹചര്യം പലതരത്തിലായിരിക്കാം. മക്കൾക്ക് ചിലപ്പം പാരൻസിനെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകളിൽ. അപ്പം ഇത്തരത്തിലുള്ള ഈ അവസ്ഥ വരുന്ന സമയത്ത് എന്താണ് ഡോക്ടർക്ക് ഒരു അഡ്വൈസ് ആയിട്ട് കൊടുക്കാനുള്ളത്? അത് വളരെ പ്രധാനപ്പെട്ട അൺഅഡ്രസ്ഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ശരിക്കും അത്. പലപ്പോഴും ഒരു വീട്ടിലൊരു പ്രായമുള്ളൊരു ഉപ്പ, ഉമ്മ അങ്ങനെ ഒരാളുണ്ട്. ആ വീട്ടിലൊരു മരുമകളായിരിക്കും അവർ നോക്കുന്നുണ്ടാവുക. നമ്മൾ പ്രായം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങളും ഒബ്സഷൻസും കാര്യങ്ങളെല്ലാം വന്നു തുടങ്ങും. പിന്നെ മറവി രോഗം വരും. ഈ മറവിയൊക്കെ വന്ന ഒരാളെ നോക്കുക എന്നുള്ളത് ഒരിക്കലും എളുപ്പമില്ല. കാരണം അവരൊരിക്കലും റീസണബിൾ ആവില്ല. വളരെ ചെറിയ കുട്ടികൾ പെരുമാറുന്ന പോലെയായിരിക്കും പെരുമാറുന്നത്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ. പലപ്പോഴും ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാവാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വളരെ വിഷമകരമായിട്ടുള്ള ഈ പേഷ്യൻസ് ഒപ്പിലൊന്നും പറയാറുള്ളതാണ്. മരുമകളായിരിക്കും നോക്കുന്നുണ്ടാവുക. മിക്കവാറും സിംഗിൾ കെയർ ടേക്കർ ആയിരിക്കും. ചിലപ്പോൾ ഹസ്ബൻഡ് ഗൾഫിലോ അല്ലെങ്കിൽ അവർ രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം തിരിച്ച് വരുന്നുണ്ടാവുള്ളൂ സ്വന്തം മകൻ. അപ്പോൾ രാത്രി ചിലപ്പോൾ അമ്മയുടെ കൂടെ നിൽക്കും, അച്ഛൻ്റെ കൂടെ നിൽക്കും. പക്ഷേ ബാക്കി സമയത്തൊക്കെ മരുമകളായിരിക്കും നോക്കുന്നുണ്ടാവുക. മകൻ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഈ പ്രായമുള്ള ആൾ മകളെക്കുറിച്ചുള്ള തന്നെ അവരെക്കുറിച്ചുള്ള കുറ്റങ്ങളായിരിക്കും മകൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുക. ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഈ ഈ മരുമകൾ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കും. അവർ റീസണബിൾ ആയിട്ടല്ല, അവരുടെ മറവി രോഗമാണ്, അവർക്ക് അറിയില്ല. ചിലർ ചിലർ ഇടയ്ക്കിടയ്ക്ക് ഇവരെന്തെങ്കിലും എടുത്തുകൊണ്ടോന്ന് ഇവരോടാണ് വഴക്ക് പറയുക. എല്ലാ പ്രശ്നങ്ങളും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഇവരുടെ അടുത്തായിരിക്കും. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ വളരെ നല്ല രൂപത്തിലാണ് സംസാരിക്കുക. അപ്പോൾ നമ്മൾ ഒ പിയിലേക്ക് വരുമ്പോഴേ നമ്മുടെ അടുത്ത് വളരെ നല്ല രൂപത്തിൽ പെരുമാറും, വളരെ ഡീസൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ പറയും ഇങ്ങനെയൊന്നുമല്ല, വീട്ടിൽ ഫുൾ ബഹളമാണ് എന്നൊക്കെ പറയും. എന്നിട്ട് അവർ തന്നെ പറയും നമ്മുടെ അടുത്ത് വിഷമം. ഇത് ഞാൻ ബാക്കിയുള്ള മക്കളുടെ അടുത്ത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, ഞാൻ വെറുതെ കള്ളം പറയാമെന്ന് വിചാരിക്കും. പുറത്തുനിന്ന് വരുന്ന ആളുകൾ, സ്വന്തം മക്കളാണെങ്കിലും കെട്ടിച്ചയച്ച പെൺമക്കളാണെങ്കിലും പുറത്ത് മറ്റു വീടുകളിൽ താമസിക്കുന്ന മക്കൾ വരുമ്പോഴേക്കും അവരുടെ അടുത്തൊക്കെ നല്ല രൂപത്തിൽ പെരുമാറുക. സ്വന്തം വീട്ടിലെ നോക്കുന്ന ആളുടെ അടുത്ത് കുറച്ചൊരു ഹാർഡായിട്ട് പെരുമാറും. അത് സ്വാഭാവികമായിട്ടും അവർ ഈ മറവിയുടെ ഭാഗമായിട്ടൊക്കെ അവർ ചെയ്യുന്നതാണ്. അത് പക്ഷേ അത് എഫക്റ്റ് ചെയ്യുന്നത് നോക്കുന്ന ആളെയാണ്. നോക്കുന്ന ആൾ മെൻ്റലി വല്ലാണ്ട് തളർന്നു പോകും. അങ്ങനെയാകുമ്പോൾ അവരെ കെയർ ഭയങ്കരമായിട്ട് കുറയും. ചില ആളുകൾ പറയാറുണ്ട്, എന്നെ നല്ലപോലെ നോക്കുന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ചിലർക്ക് അവർ ബുദ്ധിമുട്ടിയെന്നുള്ളതിലോട്ട് കുറേ കഷ്ടപ്പാട്, ഇപ്പോൾ അറിയാത്ത മല പോകുന്ന ആളുകൾ, ബാത്റൂമിലേക്ക് പോകുമ്പോഴേക്കും മൂത്രം നിലത്തൊഴിക്കുന്നത് ഒക്കെ അവർക്ക് ഒരുപാട് മെൻ്റലി ബുദ്ധിമുട്ടുണ്ടാക്കും. ഇവരിത് കഷ്ടപ്പെടണല്ലോ എന്ന് ആലോചിച്ചുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവരുണ്ട്. പലപ്പോഴും ഒരു പ്രായമുള്ള ആൾ വീട്ടിലുണ്ടാകുമ്പോൾ അവർ പുറത്ത് ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യാറില്ല. കാരണം അവർ ഒറ്റയ്ക്കാക്കി പോകാൻ പറ്റാത്തതുകൊണ്ട്. അവർ സ്വന്തം ഒരു മക്കളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങാൻ കഴിയാറില്ല. സാക്രിഫൈസുകൾ ഫാമിലിയിൽ പോകാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ മെൻ്റലി എക്സോസ്റ്റഡ് ആയിരിക്കും, ഫെറ്റീഗ്ഡ് ആയിരിക്കും. അവരിൽ ഒരുപാട് മെൻ്റൽ പ്രശ്നങ്ങൾ, ഡിപ്രഷനും ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ടുവരാറുണ്ട്. ഈ കെയർ ടേക്കർ പേഷ്യൻ്റ് നോക്കുന്ന ആളുകൾ അത് ശരിക്കും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതിന് ഒരുപാട് നമുക്ക് പോംവഴികൾ നമ്മൾ സജസ്റ്റ് ചെയ്യാം. പലപ്പോഴും ഈ പ്രായമുള്ള ആളുകളിൽ അവരുടെ സ്പേസാണ് അവരെപ്പോഴും പ്രിഫർ ചെയ്യുക. അപ്പോൾ അവർ കുറച്ച് പ്രത്യേകിച്ച് ഡിമെൻഡ് ആയിട്ട് ആളുകൾ അവരുടെ സ്പേസ് അവർ പ്രിഫർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മറ്റ് മക്കളുടെ വീട്ടിൽ പോയി നിൽക്കാൻ വില്ലിങ് ആവില്ല. അങ്ങനെ വില്ലിങ് ആവുകയാണെങ്കിൽ നല്ലത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസം ഒരു വീട്ടിൽ നിൽക്കാം, മാറി മാറി നിൽക്കാം. പക്ഷെ എപ്പോഴും ഈ ഒരു പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ സ്പേസിനോട് ഒബ്സസ്ഡ് ആയിരിക്കും. കുറേ എക്സാമ്പിൾസ്, ഒരു പേഷ്യൻ്റ് നമുക്ക് വീടിൻ്റെ താഴെ അവർ സ്ഥിരമായിട്ട് നിൽക്കാറ്, താഴെ പെയിൻ്റ് അടിക്കാൻ വേണ്ടി മേലെ കൊണ്ടുകിടത്തി. മേലെ കൊണ്ട് 2-3 ദിവസം ആൾ വളരെ മറവി കൂടി പരസ്പരം ബന്ധമില്ലാണ്ട് സംസാരം തുടങ്ങി. ഒന്നുമില്ല, ജസ്റ്റ് റൂം മാറ്റി കിടത്തിയിട്ടേ ഉള്ളൂ. അത്രയും ചില ആൾ ഒബ്സസ്ഡ് ആയിരുന്നു സ്വന്തം റൂമിനോടൊക്കെ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മറ്റ് മക്കൾ, ഇതൊരു ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. ആ കുടുംബത്തിലെ എല്ലാ മക്കൾക്കും പേരക്കുട്ടികൾക്കും എല്ലാവർക്കും ഈ ഒരു ആളുടെ ഹെൽത്തിൽ ഒരു കെയർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം. എല്ലാവരും അത് ഒരുമിച്ച് കൂടിയത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവരൊരു പ്ലാൻ ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് ശരിക്കും ഇരിക്കണം വേണം. ആരെങ്കിലും ഫോൺ കൂടെ സംസാരിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അമ്മയുടെ ഹെൽത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു പ്ലാൻ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നോക്കുന്നത് ഒരാളാണ്, അവർക്കത് നന്നായിട്ട് അറിയുണ്ടാവുക. ഡോക്ടറെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ വീട്ടിൽ പേഷ്യൻറ്റിനെ പറ്റി അറിയുന്ന ആളാവണം. കൂടെ നിൽക്കുന്ന ആളല്ല പലപ്പോഴും പേഷ്യൻറ്റിനെ കൊണ്ട് വരും, വേറെ ആരെങ്കിലും വരിക. വീട്ടിൽ അങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും കെയർ ഭയങ്കരമായിട്ട് കോംപ്രമൈസ്ഡ് ആവും. അവർ നന്നായിട്ട് കൂടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ആൾ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോഴേക്കും അവരുണ്ടാവും. അപ്പോൾ ഒരു മാസത്തിൽ ഒരു 15 ദിവസം നിങ്ങളായിരിക്കും നോക്കുക. ബാക്കി 15 ദിവസം ബാക്കി മക്കൾ ആരെങ്കിലും ഞങ്ങൾ വീട്ടിൽ വന്ന് എത്താം. ഏറ്റവും ബെസ്റ്റ് അതാ, വന്ന് നിൽക്കാം. എനിക്കൊരു ഒരു ഉമ്മാൻ്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ശ്വാസം മുട്ടുണ്ട്, മറവിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങളായിട്ട് അഡ്മിറ്റ് ആവേണ്ടി വരാൻ എത്ര നോക്കി കഴിഞ്ഞാലും പല പ്രശ്നങ്ങളും അഡ്മിറ്റ് ആയിക്കൊണ്ടിരിക്കും. കുറച്ച് നാൾ അവർക്ക് അഡ്മിഷനോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നല്ല കുറച്ച് കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കാര്യം ചെയ്തു തുടങ്ങി. സാധാരണഗതിയിൽ ഉമ്മാനെ ഓരോരോ മക്കളുടെ വീട്ടിൽ മാറി മാറി താമസിപ്പിക്കുക. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഉമ്മാൻ്റെ വീട്ടിൽ തന്നെ നിർത്തും. ഞങ്ങൾ മാറി മാറി താമസിക്കും. ഞങ്ങൾ വീട്ടുകാർ മൊത്തം ഒരു മാസം പെട്ടിയും കിടക്കയൊക്കെ ഇട്ട് അവിടെ പോയി താമസിക്കും. മക്കൾ അവിടുന്ന് സ്കൂളിൽ പോകും.
ഞങ്ങൾ അവർ വൈഫ് അവിടെ നിൽക്കും, ബാക്കി അവർ ജോലിക്ക് കുറച്ച് ദൂരെ റൺ ചെയ്യണം, പക്ഷെ കുഴപ്പമില്ല. അതുകൊണ്ട് ഹാപ്പിയാണ്. അത് ഭയങ്കര സാക്രിഫൈസ് ശരിക്കും. അത് ശരിക്കും ആ പേഷ്യൻ്റ് ഒന്നുമില്ല, അവർ വീട് മാറി താമസിക്കുമ്പോഴേക്കും അവർക്ക് ഓരോ പ്രശ്നങ്ങൾ വരുന്നു, അവർ അഡ്മിറ്റ് ആവുന്നു. അത് അവർ എല്ലാവരും ഫാമിലി മൊത്തത്തിൽ ഒരു പ്ലാൻ ചെയ്ത് കോംപ്രമൈസ് ചെയ്തപ്പോൾ ആ ഒരു ഹെൽത്ത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. ആർക്കും വിഷമമില്ല. ഈ കെയർ ടേക്കേഴ്സിന്റെ പ്രശ്നവും അവിടെ വരുന്നില്ല. പ്രശ്നമില്ല, കെയർ ടേക്കറിന് പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് ആ കെയർ ടേക്കറിൻ്റെ ഹെൽത്തിന് നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ചില പേഷ്യൻസ് രാത്രി ഉറങ്ങില്ല, രാത്രി ഫുൾ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. രാവിലെ പിന്നെ കുറേ ആളുകൾ കാണാൻ വരും. ഈ കാണാൻ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ, അതായത് ഒരു പ്രൈമറി കെയർ ടേക്കർ ഉണ്ടാവും എപ്പോഴും, ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റാണ്. ഈ പ്രൈമറി കെയർ ടേക്കറിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, മാക്സിമം മെൻ്റലി സപ്പോർട്ട് ചെയ്ത് അവരെ അഭിനന്ദിക്കണം. നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണെന്നുള്ളത് പറയണം. കുറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും, ആരും 100% പെർഫെക്റ്റ് അല്ല. അപ്പോൾ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ബക്കറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്, നിങ്ങൾ എന്താണ് അങ്ങനെ, ഓരോ ചെറിയ ചെറിയ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് ചോദിക്കുന്നതിന് പകരം അവരെ അഭിനന്ദിക്കുക. എന്നിട്ട് വേണമെങ്കിൽ അവർക്ക് വിഷമില്ലാത്ത രൂപത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് കണ്ടാൽ തന്നെ അവർക്ക് വിഷമില്ലാത്ത രൂപത്തിൽ അത് ശ്രദ്ധിക്കൊണ്ടിട്ടോ എന്ന് വളരെ വളരെ അവർക്ക് വിഷമില്ലാത്ത രൂപത്തിൽ നല്ലപോലെ ചെയ്യാറുണ്ടെന്ന് അറിയാം. എന്നാൽ പോലും ഈ ഈ കാര്യം എങ്ങനെ കണ്ടിരുന്നു, അത് എനിക്കിങ്ങനെ ചെറിയ ചെറിയ പ്രശ്നം പോലെ തോന്നി, നിങ്ങൾ വേണമെങ്കിൽ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ല, വളരെ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ കറക്റ്റ് ചെയ്യുക. പലപ്പോഴും ഈ കറക്റ്റ് ചെയ്യുന്നത് മാത്രമേ നടക്കുന്നേ ഉള്ളൂ, അവർ അഭിനന്ദിക്കാറില്ല. അത് ഓരോ കറക്ഷനും സംഭവം അവർ കുറ്റപ്പെടുത്തുന്ന പോലെ അവർക്ക് അനുഭവപ്പെടാറുണ്ട്. അത് അവരെ മെൻ്റലി താഴ്ത്താറുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്ന മക്കൾക്ക് ഈ പറയുന്ന അച്ഛനും അമ്മേനൊക്കെ എങ്ങനെയാണ് നോക്കാൻ പറ്റുക? അവർ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വിദേശത്ത് പോയി നിൽക്കുന്ന സമയത്ത് അച്ഛനും അമ്മേൻ്റെയും ഇതേപോലത്തെ കെയർ അത് ശരിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? അതെങ്ങനെയാണ് നോക്കാൻ പറ്റുക? നമുക്ക് ഒരുപാട് ഇപ്പോഴത്തെ പണ്ടത്തേനേക്കാളും ഒരുപാട് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഹോം കെയർ ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്കെല്ലാം ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വെയിറ്റ് ചെയ്ത് ഡോക്ടറെ കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വന്നിട്ട് നോക്കുന്ന ഒരുപാട് ഫെസിലിറ്റീസ് നമുക്കുണ്ട്. ഒരു വീട്ടിൽ വന്നപ്പോൾ ഒരാൾ വീൽ ചെയറിലാണെങ്കിൽ അത്ര എളുപ്പമല്ല, ഇങ്ങനെ ഒരു കിടപ്പിലാണെങ്കിൽ ഒരു ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ പുറത്തുനിന്ന് തിരിച്ച് ആംബുലൻസ് തിരിച്ച് വരിക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഒട്ടുമിക്ക ഹോസ്പിറ്റൽസും ക്ലിനിക്കുകളൊക്കെ വളരെ വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊക്കെ ഹോം കെയർ ഫെസിലിറ്റീസ് ഉണ്ട്, പാലിയേറ്റീവ് സൗകര്യങ്ങളുണ്ട് നാട്ടിലൊക്കെ. വീട്ടിൽ വന്നിട്ട് ബേസിക് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. ചിലപ്പോൾ ഒരു ടാബ്ലറ്റ് വേണ്ടി വരും, ചിലപ്പോൾ ഇഞ്ചക്ഷൻ വേണ്ടി, അതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ അഡ്രസ്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഒരു നല്ല സിക്കായിട്ടുള്ള ആളുകൾ, അപ്പോൾ നമ്മൾ എണീറ്റ് മൊബിലൈസേഷന് ബുദ്ധിമുട്ടുള്ള ആളുകൾ, ഹോസ്പിറ്റലിൽ എത്താൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും. അതായത് തൊട്ടടുത്തുള്ള ഹോം കെയർ ഫെസിലിറ്റി ആയിട്ട് അവരെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ വീടുകളിൽ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടോ? മരുന്നുകൾ, അത്യാവശ്യം മരുന്നുകൾ, എമർജൻസി മെഡിസിനൊക്കെ എല്ലാ വീടുകളും കീപ്പ് ചെയ്യണം. ശരിക്കും കുറച്ചൊരു എന്താ പറയുക, നമുക്ക് സാധാരണഗതിയിൽ അസുഖങ്ങൾ അനുസരിച്ചാണ് ഓരോ എമർജൻസി. ഇപ്പോൾ ഒരു മൈഗ്രെയിൻ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മൈഗ്രെയിൻ വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് കഴിക്കേണ്ട ഗുളികകൾ, അങ്ങനെ ഓരോന്നിനും ഓരോ മരുന്നുകൾ. ഇപ്പോൾ ആസ്മ ഉണ്ടെങ്കിൽ ആസ്മ കൂടുമ്പോൾ എടുത്ത് കഴിക്കേണ്ട ഗുളികൾ, ശ്വാസം മുട്ട് കൂടുമ്പോൾ എടുത്ത് കഴിക്കേണ്ട ഗുളികൾ, അതിന് ഓരോന്നിനും അതിൻ്റേതായ എമർജൻസി മെഡിസിൻസ് ഡോക്ടറുടെ അടുത്ത് ചോദിച്ച് വാങ്ങിക്കാം. പക്ഷേ കോമൺ ആയിട്ടുള്ള പനിക്ക് വേണ്ട പാരസ്റ്റമോൾ, പിന്നെ അനാവശ്യമായ മരുന്നുകൾ കീപ്പ് ചെയ്യാണ്ടിരിക്കണം. പ്രായം കൂടുമ്പോഴാണെങ്കിൽ നല്ലത്. കാരണം ഒരുവിധം മരുന്ന് ചിലപ്പോൾ ടോളറേറ്റ് ചെയ്തോളന്നില്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് പാരസ്റ്റമോൾ, ഗ്യാസിന് ആവശ്യമുള്ള മരുന്നുകൾ, സിറപ്പുകൾ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ജലദോഷത്തിൻ്റെ മരുന്നുകളൊക്കെ കീപ്പ് ചെയ്യുന്നതിൽ തെറ്റില്ല. നമുക്കൊക്കെ ഇപ്പോൾ ഒരു എമർജൻസി ഫെസിലിറ്റി സർവീസ് നമ്മൾ മിംസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഫോൺ നമ്പറാണ്. ആ ഫോൺ നമ്പർ ബൈസ്റ്റാൻഡർ ഒന്നും വേണമെന്നില്ല. ഇതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് റിങ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ എമർജൻസി സർവീസസ് കൊടുക്കുന്ന സ്ഥലങ്ങളിലുള്ള ഫോൺ നമ്പേഴ്സും സേവ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും എല്ലാ ഫോൺ നമ്പേഴ്സ്, ഹോം കെയർ സർവീസിൻ്റെ ഫോൺ നമ്പർ, എന്തെങ്കിലും എമർജൻസി വരാണെങ്കിലുള്ള ഫോൺ നമ്പർ. പിന്നെ നമ്മളൊക്കെ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ നമ്മുടെ കോർഡിനേറ്റർ ഉണ്ട്, ജെറിയാട്രിക് കോർഡിനേറ്റർ ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ. എല്ലാ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ഹെൽപ്പും അവർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഓൾറെഡി ബുക്കിംഗ് എടുത്ത് കൊടുക്കും, ഫോളോ അപ്പ് പറഞ്ഞു കൊടുക്കും, എല്ലാം വരെ ചെയ്യുക. അപ്പോൾ ജെറിയാട്രിക് ഇതുപോലത്തെ കോർഡിനേറ്റേഴ്സിൻ്റെ അവരുടെ നമ്പേഴ്സൊക്കെ വാങ്ങി വെക്കാം. അതിനാണ് ഒരാളുടെ ഹെൽപ്പ് ആവശ്യമില്ല, അവർക്ക് തന്നെ സ്വന്തമായിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാനും ഫോളോ അപ്പ് ചെയ്യാനൊക്കെ അവർ ഹെൽപ്പ് ചെയ്യും. ഈ പ്രായമായിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പറഞ്ഞ് വഴിക്ക് വീണു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഹോം സേഫ്റ്റി എന്ന് പറയുന്നത്, അതായത് ഈ വഴിക്ക് വീഴാതിരിക്കുക, ചിലപ്പോൾ കാഴ്ച കുറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ചെറിയ തലകറക്കം വരുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് വെള്ളം നിലത്ത് തൂവിയിട്ടുണ്ടെങ്കിൽ അത് ചവിട്ടിയിട്ടായിരിക്കാം അവർ വീണിട്ടുണ്ടാവുക. പക്ഷേ ഈ വീണു എന്ന് നോക്കുന്നതാണോ, അല്ലെങ്കിൽ വീഴ്ചയ്ക്കുള്ള കാരണമാണോ നമ്മൾ കൂടുതൽ നോക്കേണ്ടത്? പലപ്പോഴും പറ്റുന്നൊരു പ്രശ്നം അതാണ്. അതായത് ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ആ ഒരു കോംപ്രിഹെൻസീവ് ജീറിയാട്രിക് അസസ്മെൻറ്റിൽ ഫോൾ റിസ്ക് അസസ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ വീഴാനുള്ള ചാൻസ് ഉണ്ടോ, കൂടുതലാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കും. അതിനുള്ള മാറ്റങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തു തുടങ്ങും. ആളുടെ എക്സസൈസുകളായിട്ടും വീട്ടു വേണ്ട ചേഞ്ചസ് നമ്മൾ ചെയ്തു തുടങ്ങും. പലപ്പോഴും നമ്മുടെ സിസ്റ്റത്തിന് കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾ ഒരു തവണ വീണു, പലതവണ വീഴുന്നുണ്ടാവും, പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കില്ല. അതിലൊരു തവണ വീണു, എല്ല് പൊട്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സർജറി കഴിയും. പക്ഷേ എന്നാൽ പോലും എന്തുകൊണ്ടാണ് നമ്മൾ വീഴ്ചയുടെ പ്രോപ്പറായിട്ടുള്ള കാരണങ്ങൾ അന്വേഷിച്ച് പോകാറില്ല പലപ്പോഴും. പല ആളുകളും പറയാ എന്താ വെച്ചാൽ വഴുക്കി വീണാന്ന് പറയും. പക്ഷെ അവർ ചിലപ്പോൾ ചെറിയൊരു മാറ്റിൽ വഴുക്കി വീണതായിരിക്കാം. അതേ വഴുക്കിൽ നമ്മൾ വീണിൽ നമ്മൾ വീഴില്ല.
നമുക്കത് ചെറിയൊരു വഴുക്കൽ വേണം നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റും. ചെറിയ വഴുക്കലുകൾക്ക് നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രായം കൂടും വളരെ ചെറുതായിട്ടൊന്ന് ചെറിയ സ്റ്റെപ്പ് മാറി ചവിട്ടിയാൽ പോലും അത് വീഴ്ചയിൽ ചെന്ന് നയിക്കുന്നുണ്ട്. അതിൻ്റെ ബാലൻസിൻ്റെ പ്രശ്നം, വീഴാനുള്ള ചാൻസ് കൂടുതലൊക്കെ ഒരുപാട് കാരണങ്ങൾ അങ്ങനെയുണ്ട്. വീട്ടിലെ ചെറിയ ചെറിയ ചേഞ്ചസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ ചേഞ്ചസാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്? നമുക്ക് ഇപ്പോൾ പ്രായമായിട്ടുള്ള ആളുകളുടെ ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് അവർക്ക് അവർ കിടക്കുന്ന ബെഡിൽ നിന്ന് ബാത്റൂമിലേക്ക് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പുറത്താണ് പോകുന്നതെങ്കിൽ കോമൺ ബാത്റൂം ആണെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ബെഡ്റൂം അവർക്ക് ഓപ്റ്റ് ചെയ്യാം. പിന്നെ ആ പോകുന്ന വഴിക്ക് എപ്പോഴും ലൈറ്റിംഗ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാരണം അധിക വീഴ്ചകളും എൻ്റെ അനുഭവത്തിൽ, എല്ലാ ഡോക്ടേഴ്സിൻ്റെ അനുഭവത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും, അധിക വീഴ്ചകളും രാത്രി മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ ബാത്റൂമിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാകാം. രാത്രി മൂത്രമൊഴിക്കാൻ എണീറ്റ് പോകുമ്പോഴോ അല്ലെങ്കിൽ രാത്രി മൂത്രമൊഴിച്ചിട്ട് പോയിട്ട് ബാത്റൂമിൽ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ആ സമയത്തായിരിക്കും. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കിടക്കുകയാണല്ലോ, കിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ സാധാരണഗതിയിലൊക്കെ നമ്മുടെ ബോഡി അതിനെ അഡ്ജസ്റ്റ് ചെയ്യും. നമ്മുടെ ബ്രെയിനിലേക്ക് ബ്ലഡ് എത്തുന്ന രൂപത്തിൽ ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, ബി പി വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. കിടന്ന് എഴുന്നേൽക്കുമ്പോൾ ബി പി കുറയും. അങ്ങനെയാകുമ്പോൾ തലച്ചോർക്ക് ബ്ലഡ് എത്തില്ല. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തലകറങ്ങി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കിടക്കുന്ന ഒരാൾ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും, ഇപ്പോൾ കിടക്കുമ്പോൾ നമുക്കൊരു ബി പി ഒരു 130, 140 ഒക്കെ ഉണ്ടായി. പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ അത് 100ലേക്ക് ഡ്രോപ്പ് ചെയ്തു, സിസ്റ്റോളിക് ബി പി. അങ്ങനെ ആകുമ്പോൾ ബി പി പെട്ടെന്ന് കുറയുമ്പോൾ ബ്രെയിനിലേക്കുള്ള ഏറ്റവും ടോപ്പുള്ള ഭാഗത്തേക്ക് ബ്രെയിൻ എത്തില്ല, ബി പി ബ്ലഡ് എത്തില്ല. അങ്ങനെ ആകുന്ന സമയത്ത് തലകറക്കം അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. പോസ്റ്റൽ ഹൈപ്പോടെൻഷൻ എന്ന് പറയും. പ്രായമാകുമ്പോൾ അത് വളരെ കോമണാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്, ഞരമ്പുകളുടെ ബലക്ഷയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകളിൽ കിടക്കുന്ന പൊസിഷനിൽ ഇപ്പോൾ ഉറങ്ങുന്നതിൻ്റെ ഇടക്കാണ്ട് എഴുന്നേൽക്കുമ്പോഴേക്കും വളരെ കോമണാണ്. ഈ ആളുകൾക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സിംറ്റമാണ് പ്രായമാകുമ്പോൾ. മൂത്രമൊഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒഴിക്കാൻ മുട്ടും. പെട്ടെന്ന് ഒഴിക്കണം, അധിക സമയം പിടിച്ചു വെക്കാൻ കഴിയില്ല. അപ്പോൾ അവർ മൂത്രമൊഴിക്കാൻ കിടക്കുന്ന സ്ഥലത്ത് മൂത്രമൊഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ ചാടി എഴുന്നേറ്റ് പെട്ടെന്ന് പോകും, എവിടെയും പോകാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇറ്റിപ്പോവും. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിലാണ് വീഴ്ച ഉണ്ടാവുക. അപ്പോൾ ഈ സിംറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഒ പിയിലേക്ക് വരുന്ന എല്ലാ പേഷ്യൻറ്റും ഇത് ചോദിക്കും. കാരണം ഇതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ട്രിഗർ ഫോർ ഫോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ബാത്റൂമിലേക്കുള്ള ലൈറ്റിംഗ് വളരെ ഈസി ആയിരിക്കണം. കിടന്ന ഉടനെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ബാത്റൂം വരെയുള്ള വെളിച്ചം ഉണ്ടാവണം. ഇപ്പോൾ ബെഡ് സൈഡിൽ വേണമെങ്കിൽ ഒരു ലൈറ്റ് എങ്ങാനും സ്വിച്ച് അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിട്ട് കഴിഞ്ഞാൽ ബാത്റൂം വരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയണം. പിന്നെ നമ്മളെ മാറ്റുകൾ, പലപ്പോഴും മാറ്റ് കുറച്ചും കൂടെ ചവിട്ടി കഴിഞ്ഞാൽ സ്ലിപ്പാവാത്ത ആൻറ്റി സ്ലിപ്പറി മാറ്റുകൾ യൂസ് ചെയ്യുക. അവിടെ നിന്നാണ് മാറ്റിൽ ചവിട്ടിയാണ് പല വീഴ്ചകളും ഉണ്ടാവാറുള്ളത്. ബാത്റൂമിൽ വഴുക്കില്ലാന്ന് ഉറപ്പ് വരുത്തുക. എവിടെയെങ്കിലും പൂപ്പൽ കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കാം. ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ടൈല് കുറച്ചും കൂടി ഹാർഡ് ടൈലായിരിക്കുക. വാഷ്റൂമിൽ ഹാൻഡ് റീൽസ് വെക്കാം, കേട്ടോ, ഗ്രാബ് റെയിൽസ്. ഇപ്പോൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് അഥവാ തലകറക്കം വന്നു കഴിഞ്ഞാൽ പിടിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പം ഒന്നും പിടിക്കാൻ പറ്റാണ്ട് വീഴുക ചെയ്യുക. ചെറിയൊരു തലകറക്കം ഫീൽ ചെയ്യുമ്പോൾ പിടിക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ അവർ പല വീഴ്ചകളും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഗ്രാബ് റെയിൽസ് വെക്കുക, അതായത് ഒരുപാട് എളുപ്പം. നമുക്ക് ഇരിക്കുന്ന ക്ലോസറ്റിൽ നിന്ന് എഴുന്നേക്കാൻ വേണ്ടി ചിലർക്ക് പറ്റിക്കൊള്ളുന്നില്ല, ആ സമയത്തൊക്കെ പിടിച്ച് എഴുന്നേക്കാൻ പറ്റും. ഈ എൻ്റെയൊക്കെ ഗ്രാൻഡ് മദറിൻ്റെ റൂമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരു സാധനം അനക്കാൻ പാടില്ല. അതൊരു പക്ഷേ എന്തായിരിക്കും അതിൻ്റെ കാരണം? അതായത് അവരുടെ ആ ശൈലി അതേപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കുമോ? അല്ല, ഞാനത് നേരത്തെ പറഞ്ഞതാ. അതായത് പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബെഡ്, അവരുടെ ബിലോങ്ങിങ്സ് ഇപ്പോൾ പഴയ സാധനങ്ങളൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ അതിന് അവർ ഭയങ്കര ഒബ്സസ്ഡ് ആയിരിക്കും. അത് മാറിക്കഴിഞ്ഞാൽ അവർ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ അത്. റൂം മാറിക്കിടന്നപ്പോൾ തന്നെ പേഷ്യൻ്റെ മറവ് കൂടി. അതുപോലെ തന്നെ നമ്മൾ വീഴ്ചയ്ക്കും ചാൻസ് കൂടും. ഇപ്പോൾ അവരുടെ റൂം, അവരുടെ ബാത്റൂമിൽ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അതിൽ വീഴാണ്ടിരിക്കുക, അവർ വീണ് കഴിഞ്ഞാൽ അവിടെ പിടിക്കാമെന്ന് വരെ അവരുടെ മനസ്സിലുണ്ടാവും. പക്ഷേ അത് സ്ഥലം മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വീഴ്ചകൾ, അപ്പുറത്തെ റൂമിൽ കിടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുന്ന് വീഴും, വീഴാനുള്ള ചാൻസ് വരെ കൂടും. അതിൽ അവരുടെ ഡ്രോയർ ചിലപ്പോൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ചില കാര്യങ്ങൾ മറന്നു പോകും. അപ്പം വേറെ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മരുന്ന് കുടിക്കാൻ മറക്കും. കാരണം സാധാരണഗതിയിൽ അവർ റുട്ടീൻ ഉണ്ട്, തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് മരുന്നെടുത്ത് കഴിക്കണം. ആ ഒരു റുട്ടീൻ തെറ്റിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മറവി രോഗികളാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ പലപ്പോഴും മിസ്സായി പോകും. അതുപോലെ തന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡ്രസ്സുകൾ, പ്രായമുള്ളവർക്ക് വാങ്ങിക്കുന്ന ഡ്രസ്സുകൾ, നിലത്ത് എഴയുന്ന ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കാൻ പാടില്ല. അതിൽ ചവിട്ടിയിട്ട് വീഴുന്നത് വളരെ കോമൺ. സ്റ്റെപ്പുകളൊക്കെ വെക്കുന്നുണ്ടല്ലോ നമ്മൾ വീട്ടിൻ്റെ സ്റ്റെപ്പ്, ആ സമയത്ത് സ്റ്റെയർസിൽ ഒരു കളർ കോഡിങ് വെക്കുന്നതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ അറ്റത്തൊരു ബ്ലാക്ക് ബാർ പോലെ എന്തെങ്കിലുമൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ പ്രായം കൂടുന്നതിനനുസരിച്ച് ഡെപ്ത് പെർസെപ്ഷൻ കുറയും. ഒരു ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ താഴെയുള്ള സ്ഥലം അത് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ വീടുകളെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ കളർ കോഡിങ് വെക്കാം, ഓരോ സ്റ്റെപ്പ് വേറെ വേറെ കളറോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് കളറോ, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പിൻ്റെ അറ്റത്ത് ഒരു ബ്ലാക്ക് ബാർ പോലെ വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ അവർക്ക് ഇത് അവസാനിക്കുന്നു, അടുത്ത സ്റ്റെപ്പാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഡെപ്ത് മനസ്സിലാവില്ല. മേലെ നോക്കിക്കഴിഞ്ഞാൽ ഇത്
കുറച്ച് താഴ്ഭാഗമാണ് കുറച്ച് മുകൾ ഭാഗമാണെന്നുള്ളത് മനസ്സിലാവില്ല. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കഴിക്കുന്ന പോലത്തെ ആഹാരം പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഈ പറഞ്ഞ മാതിരി ഗ്യാസ്ട്രോ പ്രശ്നങ്ങൾ, അസിഡിറ്റി. എന്തൊക്കെ ഭക്ഷണ രീതികളിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് അവരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? കാരണം ചില ആൾക്കാർക്ക് പ്രമേഹത്തിൻ്റെ പ്രശ്നമുണ്ടാവും. അപ്പം മധുരമുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം ചില ആൾക്കാർക്ക് കൊളസ്ട്രോൾ ഉണ്ടാവും. അപ്പം എങ്ങനെയാ അത് ഡയറ്റ് നമ്മൾ ശരിക്ക് നോക്കേണ്ടത്? ഈ പ്രായമാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം യങ് ഡയറ്റിൻ്റെ കാര്യത്തിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമാകുമ്പോൾ നമ്മൾ ഈ ഒരു സമീകൃത ആഹാരം വളരെ ഇമ്പോർട്ടൻ്റ്. അത് യങ്ങിലും എൽഡർലിയും സെയിമാണ്. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എല്ലാം ഉണ്ടായിരിക്കുക. നമ്മൾ ജസ്റ്റ് ചോറും കറിയും മാത്രം കഴിച്ച് അവസാനിപ്പിക്കരുത്. നമുക്കതിൽ വേണ്ട കാർബോഹൈഡ്രേറ്റ് വേണം. അതായത് ചോറ്, ധാന്യങ്ങൾ, ഗോതമ്പ്, മൈദ. മൈദ കഴിയുന്നത് ഒഴിവാക്കണതാണ് നല്ലത്. ആ ഗണത്തിൽ പെടുന്ന സാധനങ്ങൾ അതെന്തായാലും ഒന്ന് വേണം. കാർബോഹൈഡ്രേറ്റ് അതിൻ്റെ കൂടെ പ്രോട്ടീൻ വേണം. ഒന്നുകിൽ നോൺ വെജ് ആയിട്ടുള്ള ചിക്കനോ മീനോ മുട്ടയോ, അല്ലാതെ വെജിറ്റേറിയൻസിന് തൈര് ഉപയോഗിക്കാം, പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. പ്രോട്ടീൻ ഒരു കാര്യം വേണം. പിന്നെ നമ്മൾ പച്ചക്കറി സലാഡായിട്ടും കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. റെഗുലറായിട്ട് 1-2 ഫ്രൂട്ട്സ് എടുക്കാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നിർബന്ധമായിട്ട് എടുക്കേണ്ടതുണ്ട്. പിന്നെ പലപ്പോഴും പ്രായമായവർ കുറച്ച് ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞ് വരും. പക്ഷേ നമ്മൾ വെയിറ്റ് ഒരു പ്രായം കൂടുമ്പോൾ നമ്മൾ യങ്സ്റ്റേഴ്സിൽ വരുന്നത് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ അഡ്വൈസ് ചെയ്യും. ജീവിതശൈലി രോഗങ്ങളൊക്കെ വരുമ്പോൾ മാക്സിമം വെയിറ്റ് കുറയ്ക്കുക. അവരുടെ ഐഡിയൽ വെയിറ്റിലേക്ക് എത്തിക്കുക. BMI ലെസ് ദാൻ 23ൻ്റെ താഴേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ടാർഗറ്റ് ആയിരിക്കും. എല്ലാവർക്കും അപ്ലിക്കബിൾ അല്ലെങ്കിൽ പോലും. പക്ഷെ എന്നാൽ പോലും പ്രായമാകുമ്പോൾ ഒരു പരിധിക്കപ്പുറം വെയിറ്റ് ലോസ് നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. നല്ല വെയിറ്റുള്ളവർ കുഴപ്പമില്ല. നല്ല ഹെവി അത്യാവശ്യം നല്ല ഒബീസ് ആയിട്ടുള്ളവർ കുഴപ്പമില്ല. അതർവൈസ് അവരുടെ ജീവിതശൈലിയിൽ വെയിറ്റ് കുറക്കുക എന്നുള്ള ഒരു എയിമായിട്ട് വെക്കാറില്ല. കാരണം ഒരു പ്രധാന പ്രശ്നം എന്താ സാർകോപ്പീനിയ. ഈ പേശികൾക്ക് ബലക്കുറവ് വരും പ്രായമായിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഒരു 80 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് അത് പറയുന്നത്. ആ പ്രായമാകുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഒരു പേശികൾക്കും എല്ലാത്തിനും ബലക്കുറവ് വന്നിട്ട് വെയിറ്റ് നോർമലി ഇങ്ങനെ ഓരോ ദിവസം കൂടുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കും. അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അഡിക്വേറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്ക് ഉണ്ട്. നമ്മൾ സപ്ലിമെന്റ്സ് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എടുക്കേണ്ടതായിട്ട്? റുട്ടീനായിട്ട് സപ്ലിമെൻറ്റ്സ് ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും പ്രായമായ സ്ത്രീകളിൽ നമുക്ക് വൈറ്റമിൻ ഡി, കാൽഷ്യം ഒക്കെ ഈ ഓസ്റ്റിയോപോറോസ് പ്രിവെൻറ്റ് ചെയ്യാൻ, എല്ലിന് ബലക്ഷയം സംഭവിക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ബാക്കി സമീകൃത ആഹാരം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സമീകൃത കൃത്യമായിട്ട് എല്ലാം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ. അപ്പോൾ അവർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ രീതിയിൽ തന്നെയാണോ ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഭക്ഷണ ഭക്ഷണമാണെങ്കിലും? രീതികളൊക്കെ നമുക്ക് ഏകദേശം സെയിം തന്നെയാണ് എല്ലാവർക്കും. ഈ ഒരു റിസ്ക്, അതായത് പ്രായമായിട്ടുള്ള ആളുകൾക്ക് സ്ത്രീകൾക്ക് ഓസ്റ്റിയോപോറോട്ടിക് ഫ്രാക്ചേഴ്സ്, എല്ലിന് ബലക്ഷയം സംഭവിച്ച് ഈ പീരിയഡ്സ് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ചു തുടങ്ങും. ഹോർമോണിലെ ചേഞ്ച് ഒക്കെ വരുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അത് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ എല്ലുകളിൽ പൊട്ടുകൾ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാൽഷ്യം, വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റുകൾ എടുക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് സ്ത്രീകളിൽ. പുരുഷന്മാർക്ക് അത്രയ്ക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലല്ല സെയിം. ഇപ്പം ആക്ടിവിറ്റീസിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിയിൽ നിന്ന് മാത്രമേ വിരമിക്കുന്നുള്ളൂ. ജീവിതത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സ്റ്റിൽ സെയിം ആയിട്ട് തന്നെ കിടക്കുകയാണ്. വാഹനം ഓടിക്കുന്നതിനെ കുറിച്ചിട്ട് എന്താണ് ഡോക്ടർ അഭിപ്രായം? അത് ടു വീലേഴ്സ് ഒരു പ്രായം കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നത് നല്ലതാണോ? കാരണം അത് സംബന്ധമായിട്ട് ബാക്ക് പെയിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ഒരുപാട് ഏജ് കൂടി കഴിയുമ്പോൾ നമുക്ക് ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ വരാൻ വളരെ കോമണാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് റീസൺസ് ഉണ്ട് അതിന്. എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. അതായത് പെട്ടെന്ന് വീഴ്ചകൾ സംഭവിക്കാൻ വളരെ വളരെ എളുപ്പമാണ്. ബൈക്ക് ബാലൻസ് ചെയ്ത് പോകുന്ന ബൈക്കുകളൊക്കെ കഴിയുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പക്കാരൊന്ന് വീണ് കഴിഞ്ഞാൽ കുറച്ച് ഫ്രാക്ചേഴ്സൊക്കെ പൊട്ടലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സർജറി ചെയ്ത് അവർ പെട്ടെന്ന് നീറ്റ് നടക്കും. പ്രായമാകുന്ന ഒരാൾ 70 വയസ്സിന് മുകളിലുള്ള ആൾ ബൈക്കിൽ നിന്ന് വീണ് ഒരു പൊട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അതോടുകൂടിയാണ് കിടപ്പിലായി പോകും. സർജറി ചെയ്ത് ഒന്നാമത് സർജറി ഹൈ റിസ്ക്കാണ്. ചിലപ്പോൾ അവൾക്ക് ഓൾറെഡി ഡയബറ്റിക്കും ഹൈപ്പർ ടെൻഷനും കുറേ അസുഖങ്ങളുള്ള ആളായിരിക്കും. പ്രായം, കിഡ്നി രോഗം, കുറേ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനത്തെ ഒരാൾക്ക് സർജറിയെ വളരെ ഹൈ റിസ്ക് ആയിരിക്കും. സർജറി ചെയ്ത് ആൾ ഹീൽ ചെയ്ത് റിക്കവർ ചെയ്ത് തിരിച്ച് നടക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബൈക്ക് കഴിയുന്നത് ഒഴിവാക്കാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു 60-70 വയസ്സ് കഴിയുമ്പോഴേക്കും ബൈക്ക് പതുക്കെ മാറ്റിയിട്ട് കഴിയുന്നതും കാറായിരിക്കും കുറച്ചും കൂടെ സേഫ്. അതാകുമ്പോൾ കുറച്ച് ചെറിയ തലകറക്കമോ ബുദ്ധിമുട്ടോ ക്ഷീണമോ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് സൈഡാക്കി റെസ്റ്റ് എടുക്കാൻ പറ്റും. വീഴ്ചയോടുകൂടി ആളുടെ ജീവിതം പിന്നെ ഫുള്ളായിട്ട് കിടപ്പിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഈ പ്രായമായിട്ടുള്ള ആൾക്കാർ എക്സസൈസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അതിന് ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ യങ് ആയിട്ട് ചെയ്യുന്ന പോലെ വളരെ അഗ്രസീവ് ആയിട്ടുള്ള എക്സസൈസ് ഒരു ഏജ് കഴിയുമ്പോൾ, ഒരുപാട് ഏജ് കഴിയുമ്പോൾ നേരത്തെ തൊട്ടേ ചെയ്തു വരുന്ന ആളുകൾക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷേ പുതുതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ അഗ്രസീവ് ആയിട്ടുള്ള എക്സസൈസ് നമ്മൾ പ്രിഫർ ചെയ്യാറില്ല. എക്സസൈസിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കുറച്ച് യങ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് പലപ്പോഴും ഒരു ബോഡി ബിൽഡിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലർക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെയാണ് നമ്മൾ റുട്ടീൻലി
നമ്മൾ ജിമ്മിലൊക്കെ പോവുക, എക്സസൈസ് ഒക്കെ ചെയ്യാറ്. പിന്നെ ചില ആളുകൾ ഒരു റെഗുലർ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പ്രായമാകുമ്പോൾ നമുക്ക് കാര്യമായിട്ട് ഒരുപാട് ബോഡി ബിൽഡിങ്ങോ കാര്യങ്ങളോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഏജ് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വീഴ്ചകൾക്ക് ചാൻസ് കൂടും. നടക്കുമ്പോൾ ബാലൻസുകൾ കുറഞ്ഞു തുടങ്ങും. പേശികൾ പതുക്കെ 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 സാർക്കോപ്പീനിയ ചുരുങ്ങി തുടങ്ങും. പേശികൾക്ക് ബലക്ഷയം സംഭവിച്ചു തുടങ്ങും. ഇത് വരാണ്ടിരിക്കുക എന്നുള്ളതാണ് എൽഡർലി ഏജ് ഗ്രൂപ്പിലെ എക്സസൈസിന് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ഏഹ്, ആളുടെ മസിൽ മാസ് മെയിൻറ്റെയിൻ ചെയ്യുക അത് വളരെ ഇമ്പോർട്ടൻറ്റാണ്. പലപ്പോഴും നമ്മൾ നടത്തം കുറയും, നമ്മുടെ ആക്ടിവിറ്റീസ് കുറയും. അപ്പോൾ കൈയിൻ്റെ മസിൽസ് വലിയ കുഴപ്പമില്ല. നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ കാര്യങ്ങൾ അവസാനം വരെ നമുക്ക് ചെയ്യാൻ പറ്റും. കാലിൻ്റെ പേശികളിൽ ബലക്കുറവ് വരുമ്പോൾ പലപ്പോഴും നമ്മളെ ശരീരത്തിൻ്റെ മുകളിൽ ഈ ബോഡീനെ താങ്ങാൻ കാലിന് കഴിയില്ല. അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. കാലിൽ പെയിന്, മുട്ടുവേദനകൾ ഉണ്ടാവാം. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അനുഭവപ്പെടാം. ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് കാലിൻ്റെ പേശികൾ ബലം വെക്കാനുള്ള മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് ആരെങ്കിലും ഫിസിയോതെറാപ്പിസ്റ്റിനെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. പിന്നെ നമുക്ക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നടക്കുന്ന സമയത്ത് ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എക്സസൈസുകളുണ്ട്. അത് എക്സസൈസുകൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും പ്രായം കൂടുന്നതിനനുസരിച്ച്. അത് കൂടാണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന നടത്തവും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. കേൾവിശക്തി കുറയുന്ന സമയത്ത്, അതേപോലെ കാഴ്ച കുറയുന്ന സമയത്ത് ഇതിനൊക്കെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള എയ്ഡ്സുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ടെക്നോളജി ഇപ്പോൾ ഇത്രയും ടെക്നോളജി അത്രയും അഡ്വാൻസ് ചെയ്തതുകൊണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും എയ്ഡുകൾ വെക്കുന്നതിനെ കൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് വരുന്നത്? നമുക്ക് കുറേ ഈ ടെക്നോളജീസ് ഒരുപാട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം ഈ പ്രായമുള്ള ആളുകളിലെ. കേൾവിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. കേൾവിയും കാഴ്ച നമ്മൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ ജിറിയാട്രിക് അസസ്മെൻ്റ് സമയത്ത് നമ്മൾ എല്ലാം ചോദിക്കും. കേൾവിയിൽ കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ ആൾ ഐസൊലേറ്റ് ആയി തുടങ്ങും. എനിക്ക് കേൾവി കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ സോഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഓരോ പ്രാവശ്യം നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ എന്തും തിരിച്ചു വയ്ക്കുക ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ എനിക്കുള്ളിലൊരു അസ്വസ്ഥത. എനിക്കൊരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്നത് തോന്നൽ. ആൾക്കാർക്ക് സംസാരിക്കാനും പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ തോന്നൽ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? പതുക്കെ ആരോടും മിണ്ടാണ്ട് മാറി നിൽക്കാൻ തുടങ്ങും. ഈ മാറി നിൽക്കാൻ തുടങ്ങുമ്പോഴേക്കും ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറവിയും ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഐസൊലേഷനിലേക്ക് അവർ ഐസൊലേഷൻ ആ ഒരു ഇതിലേക്ക് അതിൻ്റെ ഒരു സൈക്കിളാണ്, വിഷ്യസ് സൈക്കിൾ. അതിങ്ങനെ മേലെ കൂടി വന്നുകൊണ്ടിരിക്കുക ചെയ്യുക. അപ്പോൾ അതിലേക്കാണ്ട് പോകും. ഇത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേൾവിയുടെ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സിക്കേണ്ടതാണ്. ഡോക്ടറെ കാണിച്ചിട്ട് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് ഹിയറിംഗ് എയ്ഡ് വെക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ വെക്കുന്നത് ഡിമെൻഷ്യയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ നല്ലതാണെന്ന് പറയാറ്. അപ്പോൾ ചില ആളുകൾക്ക് ടോളറേറ്റ് ചെയ്യാറില്ല. വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ശബ്ദമായി തോന്നുന്നു, ചിലരെ നിർത്തും. പക്ഷേ കൃത്യമായിട്ട് വീണ്ടും കൊണ്ട് കാണിച്ച് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാറുണ്ട്. കാഴ്ചയാണെങ്കിൽ അതുപോലെ തന്നെ. തിമിരം വളരെ കോമൺ ആണ്. തിമിരത്തിൻ്റെ സർജറി എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള നമ്മൾ അവിടെ മാത്രം തെറിപ്പിച്ച് അനസ്തീഷ്യോ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ചെയ്യുന്ന സർജറിയാണ്. വളരെ സേഫ് ആയിട്ടുള്ള സർജറിയാണ്. അതൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾ കാഴ്ച ഇമ്പ്രൂവ് ചെയ്യും. ആളുടെ സെൻസേഷൻസ് കേൾവി, കാഴ്ച അതെല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് സ്മെൽ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനനുസരിച്ച് ആളുടെ ബ്രെയിൻ വർക്ക് ചെയ്യും. നല്ലപോലെ വർക്ക് ചെയ്യും. അപ്പോൾ അതൊക്കെ ആളുടെ ഡിമെൻഷ്യയിലേക്കും ഐസൊലേഷനിലേക്കും പോകാണ്ടിരിക്കാൻ പറ്റിയതെല്ലാം നല്ലതുപോലെ വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റാണ്. പിന്നെ കുറേ സപ്പോർട്ടിംഗ് ഡിവൈസ് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ടെക്നോളജീസ് അപ്ഡേറ്റഡ് ആകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ചില വാച്ചസ് ഉണ്ട്. ആൾ വീണ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കെയർ ടേക്കർ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ. അച്ഛൻ വീട്ടിലാണ്, ഞാൻ ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ വീണ് കഴിഞ്ഞാൽ അപ്പോഴേക്കും എൻ്റെ ഫോണിലും എൻ്റെ വാച്ചിലൊക്കെ നോട്ടിഫിക്കേഷൻ വരും. അച്ഛൻ്റെ കയ്യിലൊരു വാച്ച് കെട്ടിയിട്ടുണ്ടാവും. അതുപോലത്തെ കുറേ ഹെൽപ്പിംഗ് ഡിവൈസ് ഇപ്പോൾ അപ്കമിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഡിവൈസസ് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ നമുക്ക് പിൽ ബോക്സുകളൊക്കെ ഉണ്ട്. പിൽ ഓർഗനൈസറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പലപ്പോഴും കൃത്യമായിട്ട് ടാബ്ലറ്റ് കഴിച്ചോ ഇല്ലയോ എന്നുള്ള സ്ട്രിപ്പ് നോക്കിയിട്ട് ബാക്കിയുള്ള ടാബ്ലറ്റ് എണ്ണി കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഒരു വീക്കിലേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള ടാബ്ലറ്റ് ഫുൾ പൊട്ടിച്ചിട്ട് രാവിലെ, വൈകിട്ട്, രാത്രി അങ്ങനത്തെ പിൽ ഓർഗനൈസർ ഉണ്ട്. അതിൽ പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമ്മളെ പണി ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് വന്ന് നോക്കി എത്ര ടാബ്ലറ്റ് എടുത്തു, കഴിച്ചു എന്ന് കറക്റ്റ് ഐഡിയ കിട്ടും. അച്ഛനും എളുപ്പമായിരിക്കും. വീട്ടിലുള്ള ആൾക്ക് രാവിലെ ഭക്ഷണത്തിന് മുന്നേ സെഷനൊക്കെ അതിൽ ബോക്സുകളുണ്ട്. അതെടുത്ത് കഴിക്കുക. ഇത് മാത്രമായിരിക്കും. ആ പിൽ ഓർഗനൈസറൊക്കെ വാങ്ങിക്കൊടുക്കുക. അതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും എടുക്കേണ്ട വാക്സിനേഷൻ എന്തൊക്കെയാണ്? പലപ്പോഴും അതിനെപ്പറ്റി നമുക്ക് പലർക്കും അറിയില്ല. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇത് ഭയങ്കര കോമണാണ്. അവർക്ക് റൊട്ടീൻ ഡ്രഗ് അവർ ജിപിനെ കൊണ്ട് കാണിക്കുമ്പോൾ തന്നെ അത് അവിടെ ഫ്രീ ആയിട്ട് അവൈലബിളാണ്. ഗവൺമെൻറ്റിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. മോർ ദാൻ 65 ഏജ് ഗ്രൂപ്പിലുള്ള വാക്സിനേഷൻസ്. നമ്മുടെ നാട്ടിൽ പെയ്ഡ് ആയിട്ടാണ് ഫ്രീ ആയിട്ട് ആരും തരുന്നില്ല. പുറത്തൊക്കെ അത് പല ഇൻഷുറൻസും കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല. പെയ്ഡ് ആയിട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ കഴിയുന്നവരൊക്കെ ചെയ്യണം എന്ന് എൻ്റെ അഭിപ്രായം. കാര്യമായിട്ട് 2-3 വാക്സിനേഷനാണ് നിർബന്ധമായിട്ടും എടുത്താൽ ഗുണമായിട്ടുള്ളത്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് പറയുന്ന 2 എണ്ണം. ഒന്ന് നമ്മുടെ ന്യൂമോകോക്കൽ വാക്സിൻ, ന്യൂമോണിയ വരാണ്ടിരിക്കാനുള്ള വാക്സിൻ. രണ്ടാമത്തേത് ഇൻഫ്ലുവൻസ വാക്സിൻ, ഇൻഫ്ലുവർ ടെട്ര എന്നൊക്കെ പറയുന്ന ഫ്ലൂ ഷോട്ട് എന്നൊക്കെ പറയും. ഈ 2 എണ്ണമാണ് നമുക്ക് വളരെ സേഫ് ആയിട്ടുള്ള വാക്സിനേഷൻസ് വളരെ കോമൺ ആയിട്ട് എടുക്കാറുണ്ട്. നമ്മളൊക്കെ എടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇൻഫ്ലുവൻസ ടൗണെങ്കിൽ എടുത്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ട് വരുന്നതാണ്, പക്ഷേ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ വാക്സിനേഷൻസ് ഉണ്ട്. സോസ്റ്റർ എന്ന് പറയും. നമ്മുടെ
നമ്മുടെ നാട്ടിൽ ഞരമ്പോട്ടി എന്ന് പറയും. അതിനുള്ള വാക്സിനേഷനാണ്. ചിക്കൻ പോക്സ് കഴിഞ്ഞിട്ട് ഭാവിയിൽ വരുന്ന ഞരമ്പോട്ടി. ഷിംഗ്രിക്സ് വാക്സിനേഷൻ ഉണ്ട്. പിന്നെ ഉള്ളത് ഷിംഗിൾസിനുള്ള വാക്സിനേഷൻ. ബ്രാൻഡ് നെയിമാണ് ഷിംഗ്രിക്സ്. പിന്നെ കോവിഡ് വാക്സിനേഷൻ എല്ലാവരും എടുത്തതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മറ്റ് വാക്സിനേഷനുകളെല്ലാം നമുക്ക് പ്രായമാകുമ്പോൾ എടുക്കാം. ശരിക്ക് DPT, MMR ഇതൊക്കെ പ്രായമാകുമ്പോൾ എടുക്കാം. പക്ഷേ ഈ ആദ്യം പറഞ്ഞ 2, 3 കുറച്ചും കൂടി പ്രിഫേർഡ് ആയിട്ടുള്ള വാക്സിനേഷൻ. ഈ ആഫ്റ്റർ 60s കമ്മ്യൂണിറ്റി ബിൽഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് നേരത്തെ ഡോക്ടർ പറഞ്ഞു. അത്തരത്തിലുള്ള എന്തെങ്കിലും ഓർഗനൈസേഷൻസോ എന്തെങ്കിലും ഇപ്പം നടക്കുന്നുണ്ടോ? ഉണ്ടോ നിലവിൽ? ഒരുപാട് വെസ്റ്റേൺ കൺട്രീസിൽ വളരെ കോമൺ ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഒരുപാട് വന്നു തുടങ്ങിയിട്ടുണ്ട്. വളരെ റീസെൻ്റ് ആയിട്ട് ഒരുപാട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഗവൺമെൻറ്റിന് അതിൽ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കോഴിക്കോടൊക്കെ ഉണ്ട്. പകൽ വീട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമൊക്കെ ഉണ്ട്. ഇതിൽ ഡേ ടൈമിൽ ആളുകളെ എൻഗേജ് ചെയ്യുക, പ്രായമുള്ള ആളുകളെ എൻഗേജ് ചെയ്യാൻ, സീനിയേഴ്സിനെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടാവും. അവർക്ക് രാവിലെ വീട്ടിൽ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വരാം. വൈകുന്നേരം വരെ അവിടെ സ്പെൻഡ് ചെയ്യാം. ഉച്ചകത്ത് ഊണ് അവിടെ ഉണ്ടാവും. വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാം. അത് വളരെ കോമൺ ആയിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ഹോസ്പിറ്റൽ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് തുടങ്ങിയിട്ടുള്ള ഒരു ആസ് ദ റെസ്പെക്ട് കമ്മ്യൂണിറ്റി എന്നൊരു വിഭാഗം, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിലിപ്പോൾ 500ഓളം പേര് അതിൽ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അത് നമ്മൾ മന്ത്ലി ഇതിൽ നമ്മൾ കാര്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ഹെൽത്തും കൂടി അഡ്രസ്സ് ചെയ്യണം എന്നുള്ള നിലക്കാണ് നമ്മളൊരു കമ്മ്യൂണിറ്റി ഫ്രീ രജിസ്ട്രേഷനോ കാര്യങ്ങളൊന്നും എല്ലാം ഫ്രീ ആയിട്ട് അവർ മന്ത്ലി മീറ്റ് ചെയ്യും. അവർക്ക് അവിടെ നിന്ന് തന്നെ ഒരുപാട് സൗഹൃദങ്ങൾ അവരുണ്ടാക്കി. അവരെന്നെ പിന്നെ നമ്മൾ മന്ത്ലി ഒരു 1 ഡേ മീറ്റ് ചെയ്യുള്ളൂ. ബാക്കി ദിവസങ്ങളിൽ പലരും അവർ അവിടെ നിന്ന് ഉണ്ടാക്കിയ സൗഹൃദങ്ങൾ കൊണ്ട് അവർ പുറത്ത് പോകുന്നു, ബീച്ചിൽ പോകുന്നു. അതിൻ്റെ ഫോട്ടോസ് നമുക്ക് അയച്ചു തരാറുണ്ട്. നമ്മളുടെ ജിരിയാട്രിക് കോർഡിനേറ്ററാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. മന്ത്ലി നമ്മൾ മീറ്റപ്പ് ഉണ്ടാവും. അതിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ പഠിപ്പിച്ചു കൊടുക്കും. ഒരു എക്സ്പേർട്സ് വന്നിട്ട് ക്ലാസ് എടുക്കും. 1 അവർ ക്ലാസ് ഉണ്ടാവും. 1 അവർ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ടാവും. അവർക്ക് ബ്രെയിൻ ഗെയിംസ്, ഈ മറവിയൊക്കെ വരാണ്ടിരിക്കാനുള്ള ഗെയിംസ് നമ്മൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനത്തെ വളരെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ നമ്മളവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. കൂടാതെ അവർക്കൊരു സോഷ്യൽ വെൽബീങ്ങിന് ആവശ്യമുള്ള കാര്യങ്ങൾ പലതവണ നമ്മൾ ടൂർ പോയിട്ടുണ്ട് അവരെയും കൂട്ടിയിട്ട്. യാത്രകൾ ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അതെ. യാത്രകൾ അത് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ വേണമെങ്കിൽ ചെറിയ ചെറിയ യാത്രകൾ പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ പല പഞ്ചായത്തുകളൊക്കെ അങ്ങനെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മുതിർന്നവർക്കായിട്ടുള്ള യാത്രകൾ ബസ്സുകളിൽ, ആ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ബസ്സുകളിൽ മുതിർന്നവർക്കായിട്ടുള്ള യാത്രകൾ കണ്ടക്ട് ചെയ്യാറൊക്കെ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരുപാട് ഇൻസൈറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. പ്രായമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെ ശുശ്രൂഷിക്കണം എന്നുള്ളതൊക്കെ ഡോക്ടർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ദ ഷോ ഡോക്ടർ. താങ്ക് യു.